ॐ नमो भगवते वासुदेवाय। ॐ नमो भगवते वासुदेवाय। ॐ नमो भगवते वासुदेवाय। ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेव श्रीराधा कृष्णपादान् सहगणललिता श्रीविशाखामितांश्च हे कृष्ण करुणा सिन्धो दीनबन्धो जगत्पदे गोपेशा गोपिका कान्दा राधा कान्दा नमोऽस्तुते। तप्तकाञ्चनगौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरो दीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्। ഹരേ കൃഷ്ണ. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ശ്രീമദ് ഭഗവത്ഗീത 10-ാമത്തെ അധ്യായം 4-ാമത്തെ ശ്ലോകമാണ് നമ്മളിന്ന് നോക്കേണ്ടത്. ബുദ്ധിർജ്ഞാനം അസമ്മോഹ ക്ഷമാ സത്യം ദമ ശമ സുഖം ദുഃഖം ഭവോ ഭാവോ ഭയം ചാഭ്യം ഏവ ച. ശ്ലോകം 5. അഹിംസ സമതാ തുഷ്ടിസ് തപോദാനം യശോ യശ ഭവന്തി ഭാവഭൂതാനാം മത്ത ഏവ പൃഥഗ്വിദാഃ. ബുദ്ധിർജ്ഞാനം അസമ്മോഹ ക്ഷമാ സത്യം ദമാ ശമ സുഖം ദുഃഖം ഭവോ അഭാവോ ഭയം ചാഭ്യം ഏവ ച. അഹിംസാ സമതാ തുഷ്ടിസ് തപോദാനം യശോ യശഃ ഭവന്തി ഭാവഭൂതാനാം മത്ത ഏവ പൃഥഗ്വിദാഃ. യെസ്. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ബുദ്ധിർജ്ഞാനമസമ്മോഹ ക്ഷമാ സത്യം ദമഃ സുഖം ദുഃഖം ഭവോ ഭാവോ ഭയം ചാഭയമേവ ച. അഹിംസാ സമതാ തുഷ്ടിസ്തപോദാനം യശോ യശഃ ഭവന്തി ഭാവബോധാനാം മത്ത ഏവ പൃഥഗ്വിദഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ബുദ്ധിർജ്ഞാനമസമ്മോഹ ക്ഷമാ സത്യം ദമഃ ശമ സുഖ ദുഃഖം ഭവോ ഭാവോ ഭയം ചാഭയമേവ ച.
अहिंसा समदा सुष्टिस्तपोदानं यशो यशः भवन्ति भावा भूतानं मत्त एव प्रतिगिदा। हरे कृष्ण। ഹരേ കൃഷ്ണ. ബുദ്ധിർജ്ഞാനമസമ്മോഹ ക്ഷമാ സത്യം ദമഃ ശമഃ സുഖം ദുഃഖം ഭവോ ഭാവോ ഭയം ച ഭയമേവ ച അഹിംസാ സമതാ തുഷ്ടിസ്തപോദാനം യശോ യശഃ ഭവന്തി ഭാവാ ഭൂതാനാം മത്ത ഏവ പൃഥഗ്വിധാഃ. കൃഷ്ണ പ്രഭുജി. हरे ഓം कृष्ण। നമോ ഭഗവതേ प्रणाम। വാസുദേവായ. ബുദ്ധിർജ്ഞാനം അസമ്മോഹ ക്ഷമാ സത്യം ദമഃ ശമഃ സുഖദുഃഖം ഭാവോ ഭാവോ ഭയം ച ഭയമേവ ച അഹിംസാ സമദാ തുഷ്ടിസ്തപോദാനം യശോ യശഃ ഭവന്തി ഭാവഭൂതാനാം മത്ത ഏവ പൃഥഗ്വിദാഃ. ഹരേ കൃഷ്ണ. हरे कृष्णा। प्रणाम प्रभु। बुद्धिर्ज्ञानम् असम्मोह क्षमत् सत्यं दमः शमः सुखं दुःखं भवो भावो भयं च भयमेव च अहिंसा समता तुष्टिस्तपोदानं यशो यशः भवन्ति भावा भूताना मत्त एव पृथग्विदाः। हरे कृष्णा। हरे कृष्णा. बुद्धिर्ज्ञानमसम्मोहः क्षमा सत्यं दमः शमः सुखं दुःखं भवो भावो भयं च भयमेव च अहिंसा समता तुष्टिः तपोदानं यशो यशः भवन्ति भावा भूतानां मत्त एव पृथग्विदाः. വിവർത്തനം വായിച്ചോട്ടെ. അപ്പോ വായിച്ചോളൂ. കൃഷ്ണ. ബുദ്ധി, ജ്ഞാനം, സംശയമില്ലായ്മ, വ്യാമോഹമില്ലായ്മ, ക്ഷമ, സത്യം, ഇന്ദ്രിയ സംയമനം, മനസ്സംയമനം, സുഖദുഃഖങ്ങൾ, ജനന മരണങ്ങൾ, ഭയം, ഭയരാഹിത്യം, അഹിംസ, സമതുലിതാവസ്ഥ, തൃപ്തി, തപസ്, ദാനം, കീർത്തി, അപകീർത്തി എന്നിങ്ങനെ ജീവാത്മാക്കളുടെ വിവിധ ഗുണങ്ങളെല്ലാം ഞാൻ തന്നെയാണ് സൃഷ്ടിച്ചത്. ഭാവാർത്ഥം, ജീവജാലങ്ങളുടെ നല്ലതും ചീത്തയുമായ വിവിധ ഗുണങ്ങൾ കൃഷ്ണനാണ് സൃഷ്ടിച്ചത്. അവയെല്ലാം ഇവിടെ വിവരിച്ചിട്ടുണ്ട്. ബുദ്ധി എന്നത് വസ്തുതകളെ ശരിയായ കാഴ്ചപ്പാടിലൂടെ വിശകലനം ചെയ്യാനുള്ള കഴിവും, ജ്ഞാനം എന്നത് ആത്മാവെന്ത് ജഡം എന്ത് എന്നറിയുന്നതുമാണ്. സർവകലാശാല വിദ്യാഭ്യാസം കൊണ്ട് നേടുന്ന സാധാരണ ജ്ഞാനം ഭൗതിക പദാർത്ഥത്തെ സംബന്ധിക്കുന്നതാണ്. അതിവിടെ ജ്ഞാനമായി അംഗീകരിച്ചിട്ടില്ല. ജ്ഞാനം എന്നാൽ ആത്മാവും ജഡവും തമ്മിലുള്ള വ്യത്യാസം ഗ്രഹിക്കലാണ്. ആധുനിക വിദ്യാഭ്യാസത്തിൽ ആത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനം എന്നൊന്നില്ല. ഭൗതിക മൂലകങ്ങളിലും ശാരീരിക ആവശ്യങ്ങളിലും മാത്രമാണ് അവരുടെ ശ്രദ്ധ. അതിനാൽ വിദ്യാലയങ്ങളിൽ നിന്ന് കിട്ടുന്ന അറിവിന് പൂർണ്ണതയില്ല. ഹരേ കൃഷ്ണ. വേറെ ആരെങ്കിലും? എല്ലാവരും സ്പ്ലിറ്റ് ചെയ്ത് വായിക്കാൻ കുറെ അധികം ഉണ്ട്. ഹരേ കൃഷ്ണ. हरे कृष्ण। ഭഗവതേ വാസുദേവായ. വായിച്ചോളൂ. അസമ്മോഹം അഥവാ സംശയങ്ങളിൽ നിന്നും ഭ്രമങ്ങളിൽ നിന്നുമുള്ള മോചനം സങ്കോചമില്ലാതെ ആധ്യാത്മിക ശാസ്ത്രം പഠിക്കുന്നത് കൊണ്ട് നേടാം. പതുക്കെ തീർച്ചയായും വ്യാമോഹങ്ങളിൽ നിന്ന് അയാൾ മുക്തനായി തീരും. അശ്വമായി ഒന്നിനെയും സ്വീകരിച്ചുകൂടാ. ശ്രദ്ധയോടെ ജാഗ്രതയോടെ വേണം സ്വീകരിക്കാൻ. ക്ഷമ, മാപ്പുകൊടുക്കൽ പരിശീലിക്കേണ്ടതാണ്. മറ്റുള്ളവരുടെ ചെറിയ ചെറിയ പിഴകൾ പൊറുക്കുക. സത്യം എന്ന് വെച്ചാൽ വസ്തുതകളെ അന്യർക്ക് ഉപകരിക്കാവുന്ന വിധത്തിൽ അവതരിപ്പിക്കുക. സത്യത്തെ മറ്റൊരു വിധത്തിൽ അവതരിപ്പിച്ചുകൂടാ. സാമൂഹ്യ മര്യാദയനുസരിച്ച് മറ്റുള്ളവർക്ക് ഹിതകരമായ സത്യം മാത്രമേ പറയാവൂ. സത്യം എന്നതല്ല, വാസ്തവം എന്തെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന വിധത്തിൽ സത്യം വളച്ചൊടിക്കാതെ പറയണം. ഒരാൾ കള്ളനാണെങ്കിൽ അയാൾ കള്ളനാണെന്ന് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നത് സത്യമാണ്. സത്യം ചിലപ്പോൾ അപ്രിയമായേക്കാം, എങ്കിലും അത് പറയാതിരിക്കരുത്. മറ്റുള്ളവരുടെ നന്മയ്ക്കായി വസ്തുതകളെ അതേപടി അവതരിപ്പിക്കുക എന്നതാണ് സത്യത്തിന്റെ നിർവചനം. ഹരേ കൃഷ്ണൻ. ആരെങ്കിലും വായിച്ചോട്ടെ മതി പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആവശ്യമില്ലാതെ സ്വന്തം സുഖാനുഭോഗങ്ങൾക്ക് വേണ്ടി ഇന്ദ്രിയങ്ങൾ ഉപയോഗിക്കാതിരിക്കലാണ് ഇന്ദ്രിയ സംയമനം. ഇന്ദ്രിയങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ തെറ്റില്ല. എങ്കിലും ആവശ്യത്തിൽ കവിഞ്ഞ സുഖാനുഭോഗങ്ങൾ ആത്മീയ പുരോഗതിക്ക് ദോഷം ചെയ്യും. ഇന്ദ്രിയങ്ങൾ അനാവശ്യമായി ഉപയോഗിക്കരുത്. അതുപോലെ അനാവശ്യ ചിന്തകളിൽ നിന്ന് മനസ്സിനെയും മാറ്റി നിർത്തണം. അതിനെ ശമം എന്ന് പറയുന്നു. സമ്പാദനോപായങ്ങളെ കുറിച്ച് ആലോചിച്ച് സമയം പോക്കുന്നത് ചിന്താശക്തിയുടെ ദുരുപയോഗമാണ്. മനുഷ്യന്റെ പ്രധാന ആവശ്യങ്ങൾ ഏതെല്ലാമെന്ന് മനസ്സിലാക്കുകയും ആധികാരികമായി അവതരിപ്പിക്കുകയും വേണം.
ധർമ്മശാസ്ത്രങ്ങളിൽ പ്രാവീണ്യം നേടിയവരും പുണ്യാത്മാക്കളും ആധ്യാത്മിക ആചാര്യന്മാരും ഉത്കൃഷ്ട ചിന്തകരുമായുള്ള സമ്പർക്കം കൊണ്ട് ചിന്താശക്തിയെ വളർത്തിയെടുക്കണം. കൃഷ്ണാബോധത്തിന്റെ പുരോഗതിക്ക് അനുകൂലമായിട്ടുള്ള എന്തിനേയും സ്വീകരിക്കണം, പ്രതികൂലമായതിനെ ഉപേക്ഷിക്കുകയും ചെയ്യണം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭവം ജനനം ശരീരത്തെ സംബന്ധിച്ചതാണെന്ന് മനസ്സിലാക്കണം. ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം ജനന മരണം എന്നൊന്നില്ല. ഭഗവത്ഗീതയുടെ ആരംഭത്തിൽ ഇത് ചർച്ച ചെയ്തിട്ടുണ്ട്. ഭൗതിക ലോകത്തിലെ ഒരാളുടെ മൂർത്തിത്വത്തിന് മാത്രമേ ജനന മരണങ്ങൾ ബാധകമാകുന്നുള്ളൂ. ഭാവിയെക്കുറിച്ചുള്ള വ്യാകുലതയാണ് ഭയത്തിന് കാരണം. കൃഷ്ണാവബോധമാർന്ന ഒരു വ്യക്തിക്ക് ഭയമില്ല. എന്തുകൊണ്ടെന്നാൽ സ്വപ്രവൃത്തികൾ കൊണ്ട് അയാൾ പരവ്യോമത്തിലേക്ക്, ഭഗവത് ധാമത്തിലേക്ക് നിശ്ചയമായും തിരിച്ചു പോകും. അതുകൊണ്ട് അയാളുടെ ഭാവി ഭാസുരമാണ്. മറ്റുള്ളവർക്ക് തങ്ങളുടെ ഭാവി എന്തെന്നറിഞ്ഞുകൂടാ. വരാൻ പോകുന്ന ജന്മത്തിന്റെ സ്ഥിതിയും അവർക്കറിയില്ല. അതുകൊണ്ടവർ നിരന്തരം ഉത്കണ്ഠാഭരിതരാകുന്നു. ഈ ആകുലതയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അതിനുള്ള മുഖ്യോപായം കൃഷ്ണനെ കുറിച്ചുള്ള അറിവും സദാ കൃഷ്ണാവബോധത്തിൽ സ്ഥിതി ചെയ്യുന്നതുമാകുന്നു. അങ്ങനെ നമുക്ക് സകല ഭയങ്ങളിൽ നിന്നും മോചിതരാകാം. ഭയം ദ്വിതീയാഭിനിവേശത സ്യാത് എന്ന് ഭാഗവതം 11:2-37 മായാശക്തിയിൽ മുഴുകിപ്പോകുന്നത് കൊണ്ടാണ് ഭയം ഉണ്ടാകുന്നത്. മായാശക്തിയിൽ നിന്നും മുക്തി നേടി തങ്ങൾ ഭൗതിക ശരീരങ്ങളെല്ലാം ഭഗവാന്റെ ആധ്യാത്മിക അംശങ്ങളാണെന്ന് മനസ്സിലാക്കി ആത്മവിശ്വാസത്തോടെ ഭഗവത് സേവനത്തിൽ നിരന്തരം ഏർപ്പെടുന്നവർക്കാകട്ടെ പേടിക്കാനൊന്നുമില്ല. ശോഭനമാണ് അവരുടെ ഭാവി. കൃഷ്ണാബോധം ഇല്ലാത്തവരുടെ അവസ്ഥയാണ് ഈ ഭയം. കൃഷ്ണാബോധമില്ലാത്തവരുടെ അവസ്ഥയാണ് ഈ ഭയം. കൃഷ്ണാബോധമാർന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അഭയം, ഭയരാഹിത്യം സാധ്യമാകൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ജയ ശ്രീ പ്രഭാത് കി ജയ്. മറ്റുള്ളവർക്ക് ക്ലേശമോ ആശയക്കുഴപ്പമോ ഉണ്ടാക്കാവുന്നതൊന്നും ചെയ്യാതിരിക്കലാണ് അഹിംസ. രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകരും മനുഷ്യസ്നേഹികളും വാഗ്ദാനം ചെയ്യുന്ന ഭൗതിക പ്രവർത്തനങ്ങൾ നല്ല ഫലങ്ങൾ ഉളവാക്കുന്നില്ല. അവയ്ക്ക് ആധ്യാത്മിക വീക്ഷണം ഇല്ലെന്നതാണ് ഇതിന് കാരണം. മാനവ സമുദായത്തിന് ഏറ്റവും പ്രയോജനകരമായത് എന്തെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. മനുഷ്യ ശരീരത്തെ ശരിയായി ഉപയോഗപ്പെടുത്താൻ ഉതകുന്ന പരിശീലനം ജനങ്ങൾക്ക് നൽകണം. അതാണ് അഹിംസ. ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ളതാണ് മനുഷ്യ ശരീരം. ആ ലക്ഷ്യപ്രാപ്തിക്ക് ഉതകാത്ത ഏതൊരു പ്രസ്ഥാനവും കമ്മീഷനും മനുഷ്യ ശരീരത്തെ ഹിംസിക്കുകയാണ് ചെയ്യുന്നത്. ഭാവിയിൽ ജനങ്ങളെ ആധ്യാത്മിക സുഖത്തിലേക്ക് നയിക്കാവുന്നത് എന്തും അഹിംസ തന്നെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സമസന്തുലിതാവസ്ഥ എന്നത് രാഗദ്വേഷങ്ങളിൽ നിന്നുള്ള വിമുക്തിയാണ്. അത്യന്തം ആസക്തിയോ അത്യന്തം അനാസക്തിയോ ഉത്തമമല്ല. ആസക്തിയോ വെറുപ്പോ കൂടാതെ ഈ പ്രപഞ്ചത്തെ അംഗീകരിക്കണം. കൃഷ്ണാബോധം പ്രായോഗികമാക്കുന്നതിന് സഹായകമായത് സ്വീകരിക്കുകയും വിരുദ്ധമായത് ഉപേക്ഷിക്കുകയും വേണം. അതാണ് സന്തുലിതാവസ്ഥ, സമത. കൃഷ്ണാവബോധാനുഷ്ഠാനങ്ങൾക്ക് ഉപയോഗപ്പെടാത്ത പക്ഷം സ്വീകരിക്കാനോ ഉപേക്ഷിക്കാനോ യാതൊന്നുമില്ല. കൃഷ്ണബോധവാനായ ഒരു വ്യക്തിക്ക് തുഷ്ടി സംതൃപ്തിയാണ്. അനാവശ്യമായ പ്രവർത്തനങ്ങളിലൂടെ ഭൗതിക വസ്തുക്കൾ വീണ്ടും വീണ്ടും നേടിക്കൂട്ടാനുള്ള ആകാംക്ഷ പാടില്ല. ഭഗവത് അനുഗ്രഹത്താൽ ലഭിക്കുന്നത് എന്തായാലും അതുകൊണ്ട് തൃപ്തനാകണം. അതാണ് സംതൃപ്തി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. തപസ്സിന്റെ കാര്യത്തിൽ വേദവിഹിതങ്ങളായ നിബന്ധനകൾ പലതുണ്ട്. പുലർച്ചയ്ക്ക് മുമ്പ് ഉണരലും സ്നാനവും അക്കൂട്ടത്തിൽ പെടും. പുലരുന്നതിന് മുമ്പ് ഉണരാനും കുളിക്കാനും ചിലപ്പോൾ ഏറെ പ്രയാസമുണ്ട്. എന്നാൽ ഇത്തരം ക്ലേശങ്ങൾ സ്വമേധയാ അനുഭവിക്കുന്നതിനെയാണ് തപസ് എന്ന് പറയുന്നത്. മാസത്തിൽ ചില പ്രത്യേക ദിവസങ്ങളിൽ ഉപവാസം വിധിക്കപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായി ആർക്കും ഉപവാസത്തിൽ താല്പര്യമുണ്ടാവില്ല. എന്നാൽ കൃഷ്ണാവബോധ വിജ്ഞാനത്തിൽ മുന്നോട്ട് നീങ്ങാനുള്ള ദൃഢനിശ്ചയത്തോടെ അത്തരം ശാരീരിക ക്ലേശങ്ങൾ സഹിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. വൈദികാജ്ഞകൾക്കെതിരായോ അനാവശ്യമായോ ഉപവസിക്കുകയും അരുത്. രാഷ്ട്രീയകാര്യ സ്ഥിതിക്ക് വേണ്ടി ഉപവസിച്ചുകൂടാ. തമോ ഗുണത്തിലുള്ള ഉപവാസമായിട്ടാണ് ഇതിനെ ഭഗവത്ഗീത വിവരിക്കുന്നത്. രജത് തമോ ഗുണങ്ങളോട് ചെയ്യുന്ന ഏത് പ്രവൃത്തിയും ആത്മീയ പുരോഗതിക്ക് സഹായകരമല്ല. സത്വഗുണത്തിൽ ചെയ്യുന്നതെല്ലാം പുരോഗതിയിലേക്ക് നയിക്കും. വേദജ്ഞാനാനുസാരം ചെയ്യുന്ന ഉപവാസം അധ്യാത്മജ്ഞാനമുള്ളവനെ സമ്പുഷ്ടിപ്പെടുത്തുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വായിച്ചോളൂ. വായിക്കാത്തവർ ഉണ്ടെങ്കിൽ വായിക്കാം പ്രഭുജി. ഹരേ കൃഷ്ണ. ഒരാൾ തന്റെ സമ്പത്തിൽ നിന്ന് പകുതി ഭാഗം നല്ല കാര്യങ്ങൾക്കായി വിനിയോഗിക്കണം. ഇതാണ് ദാനം. എന്താണ് ഈ നല്ല കാര്യം?
കൃഷ്ണാവബോധാനുസാരേണ പ്രവർത്തിക്കുന്നതാണത്. നല്ല ഒരു കാര്യം മാത്രമല്ല, ഉത്തമമായ കർത്തവ്യവുമാണത്. കൃഷ്ണൻ നല്ലവനാകയാൽ അദ്ദേഹത്തിന് വേണ്ടിയുള്ളതെല്ലാം നല്ലതാണ്. അതുകൊണ്ട് കൃഷ്ണാവബോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്കാണ് ദാനം ചെയ്യേണ്ടത്, ബ്രാഹ്മണർക്കാണ് ദാനം ചെയ്യേണ്ടതെന്ന് വൈദിക സാഹിത്യങ്ങൾ ഘോഷിക്കുന്നുണ്ട്. വേദജ്ഞാനാനുസാരം അത്തരം ഉത്തമമായ നിലയിലല്ലെങ്കിലും ഈ പതിവ് ഇന്നും തുടർന്നു പോരുന്നുണ്ട്. എന്നാലും ബ്രാഹ്മണർക്കാണ് ദാനം ചെയ്യേണ്ടതെന്നാണ് ആജ്ഞ. എന്തുകൊണ്ട്? അവർ ഉത്കൃഷ്ടമായ ആധ്യാത്മജ്ഞാന സമ്പാദനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് തന്നെ കാരണം. ഒരു ബ്രാഹ്മണൻ ബ്രഹ്മത്തെ അറിയുന്നതിനായി തന്റെ ആയുഷ്കാലം മുഴുവനും അർപ്പിക്കേണ്ടതാണ്. ബ്രഹ്മജ്ഞാനാതീതി ബ്രഹ്മജ്ഞാനിയാണ് ബ്രാഹ്മണൻ. തങ്ങളുടെ ജീവിത നിർവഹണത്തിന് ആവശ്യമായ ധനാർജനത്തിന് സമയം കിട്ടാത്ത വിധത്തിൽ സദാ ഉത്കൃഷ്ടമായ ആധ്യാത്മിക സേവനങ്ങളിൽ ഏർപ്പെടുന്നത് കൊണ്ടാണ് ബ്രാഹ്മണർക്ക് ദാനം നൽകുന്നത്. വൈദിക സാഹിത്യമനുസരിച്ച് സന്യാസിയും ദാനം വാങ്ങാൻ അർഹനാണ്. സന്യാസി വീട് തോറും ഭിക്ഷയ്ക്ക് ചെല്ലുന്നത് ധനം നേടാനല്ല, ദൗത്യ നിർവഹണത്തിനാണ്. അജ്ഞാന നിദ്രയിൽ നിന്ന് ഗൃഹസ്ഥന്മാരെ ഉണർത്തുന്നതിനാണ് സന്യാസി വീട് തോറും സഞ്ചരിക്കുന്നത്. ഗൃഹസ്ഥന്മാർ കുടുംബജീവിത കാര്യങ്ങളിൽ മുഴുകിയതിനാൽ തങ്ങളുടെ യഥാർത്ഥ ജീവിതോദ്ദേശം കൃഷ്ണാവബോധം ഉണർത്തുക എന്നതാണെന്ന് മറന്നുപോകുന്നു. അതിനാൽ യാചകരായി ഗൃഹസ്ഥന്മാരെ സമീപിച്ച് അവർക്ക് കൃഷ്ണാവബോധത്തിലേക്ക് പ്രചോദനം നൽകുക എന്നതാണ് സന്യാസിയുടെ കർത്തവ്യം. വേദങ്ങൾ ഘോഷിക്കുന്നത് പോലെ ഒരാൾ ഉണർന്ന് പ്രവർത്തിച്ച് മനുഷ്യജന്മം കൊണ്ട് നേടാവുന്നത് നേടുക തന്നെ വേണം. ഇതിനുള്ള അറിവും രീതിയും സന്യാസികൾ നൽകുന്നു. അതിനാൽ സന്യാസികൾക്കും ബ്രാഹ്മണർക്കും സത്കർമ്മങ്ങൾ ചെയ്യുന്നതിനായി ദാനം ചെയ്യണം, അല്ലാതെ അനാവശ്യ പ്രവർത്തനങ്ങൾക്കല്ല. ഉത്തമ ഭക്തനായി അറിയപ്പെടുമ്പോൾ മാത്രമേ ഒരാൾ പ്രശസ്തനാകുന്നുള്ളൂ. യശസ് അഥവാ പ്രശസ്തി ഇപ്രകാരമായിരിക്കണമെന്ന് ചൈതന്യ മഹാപ്രഭു അഭിപ്രായപ്പെടുന്നു. അതാണ് ശരിയായ പ്രശസ്തി. ഒരാൾ കൃഷ്ണാവബോധത്തിൽ ഒരു ഉന്നത വ്യക്തിയാവുകയും അത് അറിയപ്പെടുകയും ചെയ്യുമ്പോൾ അയാൾ യഥാർത്ഥത്തിൽ പ്രശസ്തനാകുന്നു. അത്തരം പ്രശസ്തിയില്ലാത്തയാൾ അപ്രശസ്തനാണ്. വിശ്വത്തിലെങ്ങും മാനവ സമുദായത്തിലും ദേവന്മാരുടെ സമൂഹത്തിലും ഈ ഗുണങ്ങൾ വെളിപ്പെടുന്നുണ്ട്. മറ്റു ഗ്രഹങ്ങളിലുമുണ്ട് വിവിധ മാനവ രൂപങ്ങൾ. ഈ ഗുണങ്ങൾ അവിടെയുമുണ്ട്. കൃഷ്ണാവബോധത്തിലൂടെ മുന്നോട്ടു പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഭഗവാൻ ഈ ഗുണങ്ങളെല്ലാം സൃഷ്ടിക്കുന്നു. എന്നാൽ ആളുകൾ സ്വയം ഈ ഗുണങ്ങൾ വളർത്തിയെടുക്കണം. പരമപുരുഷന്റെ ഭക്തിയുത സേവനങ്ങളിൽ മുഴുകിയിരിക്കുന്ന ഒരാളിൽ ഭഗവത് നിശ്ചയത്താൽ എല്ലാ സദ്ഗുണങ്ങളും സംജാതമാകുന്നു. നന്മയായാലും തിന്മയായാലും ശരി, നാം കാണുന്നത് എന്തും കൃഷ്ണനിൽ നിന്നുള്ളവായതാണ്. കൃഷ്ണനിൽ ഇല്ലാത്തതൊന്നും ഈ ഭൗതിക ലോകത്തിൽ ആവിർഭവിക്കുന്നില്ല. ഇതാണ് ജ്ഞാനം. എല്ലാം വെവ്വേറെ സ്ഥിതി ചെയ്യുന്നുവെന്ന് നമുക്കറിയാമെങ്കിലും എല്ലാം കൃഷ്ണനിൽ നിന്ന് ഉത്ഭവിക്കുന്നുവെന്ന് നാം മനസ്സിലാക്കണം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഒരുപാട് വലിയ ഭാവാർത്ഥമാണ്. പക്ഷേ ശിലപ്രഭുജി വളരെ ഭംഗിയായിട്ട് ഓരോ വാക്കുകളും ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നു അതിമനോഹരമായിട്ട്. ബുദ്ധിർ ജ്ഞാനം അസമ്മോഹ, ബുദ്ധി ജ്ഞാനം അസമ്മോഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹം അല്ലേ, നമുക്കറിയാം ഇലൂഷനിൽ നിന്നുള്ള ആ ഒരു മുക്തി. ക്ഷമ എന്താണെന്നറിയാം, സത്യമറിയാം. ധമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രിയ നിയന്ത്രണം. ക്ഷമ എന്ന് പറഞ്ഞാൽ മനസ്സിനെ നിയന്ത്രിക്കുന്നത്. സുഖം അറിയാം, ദുഃഖം അറിയാം. ഭാവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജന്മം. ഭാവോ അഭാവോ മരണം, ജന്മോ മരണോ രണ്ടും. ഭയം അറിയാം എന്താണെന്ന്, ഭയം അഭയം എന്താണെന്നും നമുക്കറിയാം. അഹിംസ അറിയാം എല്ലാവർക്കും. സമത, എല്ലാം സമമായിട്ട് ഇക്വനാമിറ്റി, ഈക്വലായിട്ടുള്ള ഒരു വിഷൻ. തുഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സാറ്റിസ്ഫാക്ഷൻ. പിന്നെ തപസ്, ദാനം അറിയാം. യശോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേമസ് ആവുന്നത്. പിന്നെ ഇതെല്ലാം ഈ ക്വാളിറ്റീസൊക്കെ ഭഗവാൻ പറയുന്നു, ഈ ക്വാളിറ്റീസ് എല്ലാം തന്നെ എന്നിൽ നിന്നാണ് വരുന്നത്. ഭഗവാൻ പറയുന്നു, ഞാനാണ് ഇതെല്ലാം സൃഷ്ടിച്ചിട്ടുള്ളത്. ഈ ക്വാളിറ്റീസ് എല്ലാം, ഈ ക്വാളിറ്റീസും സൃഷ്ടിച്ചിട്ടുള്ളത് കൃഷ്ണനാണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും തുടക്കം ഭഗവാനാണ്. അതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം. പിന്നെ ശീലപ്രഭുപാജി ഓരോ വാക്കുകളും ഓരോ ക്വാളിറ്റികളും ഇവിടെ വിശദമായിട്ട് പറയുന്നു. എന്താണ് അറിവ്? ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലേ, ബുദ്ധി പറഞ്ഞാൽ നമുക്കറിയാം എന്താണെന്ന്. ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള ആ വിവേചന ശക്തിയെ ബുദ്ധി എന്ന് വിളിക്കുന്നു. അതേപോലെ തന്നെ ജ്ഞാനം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവും
ആത്മീയ തലത്തിലുള്ളതും ഭൗതിക തലത്തിലുള്ള ആ ഒരു കാര്യങ്ങളെ വ്യത്യാസമായിട്ട് വേർതിരിച്ച് കാണുന്നതിനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്, ശരിയായിട്ടുള്ള ജ്ഞാനം. അല്ലാതെ PhDയും പോസ്റ്റ് ഡോക്ടറേറ്റും എടുക്കുക എന്നുള്ളതല്ല. അത് ആ വ്യക്തിക്ക് PhD ഉണ്ട്, പോസ്റ്റ് ഡോക്ടറേറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ശരീരമാണോ ആത്മാവാണോ എന്നറിയില്ലെങ്കിൽ എന്തൊക്കെ വലിയ സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിലും എന്തൊക്കെ വലിയ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും അതുകൊണ്ട് പ്രയോജനവും ഒന്നും ഇല്ല. അതാണ് ഇപ്പോഴത്തെ മോഡേൺ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇതൊന്നും പഠിപ്പിക്കുന്നില്ല അല്ലേ. എന്താണ് ആത്മാവ്, ആരാണ് നമ്മൾ, ആരാണ്, ഒന്നും ഒരു നോളജും ഇല്ല. ഭൗതികമായിട്ടുള്ള അറിവുകൾ മാത്രമാണ് ഉള്ളൂ. ഭൗതികമായിട്ടുള്ള അറിവുകൾ പോലും അതുപോലും പൂർണ്ണമല്ല. അതും എല്ലാം സയൻസും അല്ലെങ്കിൽ പല ആളുകളുടെയും ശാസ്ത്രജ്ഞരുടെയൊക്കെ ഊഹാപോഹങ്ങൾ വെച്ചിട്ടുള്ള കുറേ അറിവുകളാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ കുറേയൊക്കെ ശരിയായിട്ടുള്ളതുണ്ട്, കുറേയൊക്കെ പറയുന്ന പോലെ ഊഹാപോഹങ്ങളാണ്. അങ്ങനെയുണ്ട്. അപ്പോൾ വളരെ പരിതാപകരമാണ്. അതല്ല ശരിയായിട്ടുള്ള ജ്ഞാനം. എന്നാൽ വേദശാസ്ത്രങ്ങൾ പ്രകാരം പണ്ടത്തെ ഗുരുകുല വിദ്യാഭ്യാസത്തിൽ വേദിക് കൾച്ചർ പ്രകാരം പണ്ടെല്ലാം ഇതെല്ലാം ശരിയായിട്ടുള്ള രീതിയിൽ കുട്ടികൾ ഗുരുകുലത്തിൽ നിന്ന് പഠിക്കും. എന്നാൽ ഇപ്പോഴത്തെ കാലത്ത് ഗുരുകുലം സിസ്റ്റം ഇല്ല. ഗുരുകുലം സിസ്റ്റം തന്നെ വേദങ്ങളെ വേദിക് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റം, ആ ഒരു സിസ്റ്റം വേദങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ഇപ്പോഴത്തെ മോഡേൺ എഡ്യൂക്കേഷൻ സിസ്റ്റം വേദങ്ങളുമായിട്ട് കണക്ഷനൊന്നുമില്ല. നിർഭാഗ്യം. അതാണ് നിർഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി പിന്നെ അസമോഹം നമുക്കറിയാം. അതായത് അസമോഹം എന്ന് പറഞ്ഞാൽ, സമൂഹം എന്ന് പറഞ്ഞാൽ എന്താണ്? ചിലപ്പോൾ നമ്മൾ പലപ്പോഴും പറയുന്ന പോലെ കയറിനെ പാമ്പായിട്ട് വിചാരിക്കുന്നു, അല്ലെങ്കിൽ ഈ ഭൗതിക ലോകം സുഖം തരുന്ന ഒരു സ്ഥലമാണെന്ന് വിചാരിക്കുന്നു. ശരിക്കുമല്ല, ദുഃഖാലയമാണെന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മളതിനെ തെറ്റിദ്ധരിക്കുന്നു. അതിനെയൊക്കെ സമൂഹം എന്ന് പറയും. അപ്പോൾ അസമോഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ശരിയായിട്ടുള്ള കാര്യങ്ങൾ ശരിയായിട്ട് മനസ്സിലാക്കുന്ന അതിനെയാണ് അസമോഹം എന്ന് പറയുന്നത്. അപ്പോൾ കൺഫ്യൂഷൻ ഇല്ലാത്തൊരവസ്ഥ. അപ്പോൾ ശിലപ്രഭാജി ഇവിടെ പറയുന്നു, ഭാവാർത്ഥത്തിൽ നമ്മൾ എല്ലാം അങ്ങനെ കണ്ണടച്ച് നമ്മൾ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. എല്ലാത്തിനെയും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ അത് മനസ്സിലാക്കുക എന്നുള്ളത് അങ്ങനെയാണ്. ശ്രദ്ധയോട് കൂടിയിട്ട് ഈ പറയുന്ന തത്വങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അതിനെ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളുക. അപ്പോൾ ശാസ്ത്രങ്ങളിൽ വളരെ വിശദമായിട്ട് അല്ലെങ്കിൽ വളരെ ഭംഗിയായിട്ട് ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ശാസ്ത്രങ്ങൾ പഠിക്കുമ്പോൾ തന്നെ നമ്മുടെ എല്ലാവിധ കൺഫ്യൂഷൻസും മാറും. അതാണ് നമുക്ക് ഈ പറയുന്ന പോലെ നമ്മുടെ സമൂഹം എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല. കാര്യം എല്ലാവിധ അറിവുകളും ഇതിൽ വരുന്നുണ്ട്. ക്ഷമ നമുക്കറിയാം എന്താണെന്ന് അല്ലേ. ആ ഒരു ടോളറൻസ് വേണം. അതേപോലെ തന്നെ ക്ഷമിക്കുക മറ്റുള്ളവരോട്. അതായത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റിയാണ്. പ്രത്യേകിച്ചും വൈഷ്ണവരെ സംബന്ധിച്ച് സഹിഷ്ണുത, അതേപോലെ തന്നെ ക്ഷമ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വാളിറ്റിയാണ്. ചെറിയൊരു കാര്യങ്ങൾ വരുമ്പോഴേക്കും നമ്മൾ ദേഷ്യപ്പെടുന്നു, നമ്മുടെ സമനില തെറ്റുന്നു, എന്താണ് പറയുന്നത് എന്താണ് ചെയ്യുന്നതെന്ന് അറിയാത്ത അവസ്ഥയിലേക്ക് പോകുന്നു. അതൊന്നും ഒരു വൈഷ്ണവനെ സംബന്ധിച്ച് ഒരു നല്ല ക്വാളിറ്റീസ് അല്ല. വൈഷ്ണവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃണാദപി ശൂനീചേന തരോരപി സഹിഷ്ണുന, ശ്രീ ചൈതന്യ മഹാപ്രഭു പറഞ്ഞിട്ടുണ്ട്. അതൊരു വൈഷ്ണവൻ്റെ ക്വാളിറ്റിയാണ്. അപ്പോൾ പെട്ടെന്ന് ദേഷ്യം വരുന്നതും ക്ഷമയില്ലാതെ ഉള്ള കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ അത് വൈഷ്ണവ ക്വാളിറ്റി അല്ല. അതേപോലെ സത്യം, നമുക്കറിയാം സത്യം എന്താണെന്നുള്ളത്. സത്യം ആണ് പറയേണ്ടത് അല്ലേ. സത്യം പക്ഷേ ചില സമയത്ത് അത് പാലറ്റബിൾ ആയിരിക്കില്ല, അല്ലെങ്കിൽ അത് പറയുമ്പോൾ അല്ലെങ്കിൽ അത് ശരിയായിട്ട് ആളുകൾക്ക് അത് സുഖമുള്ളതായിരിക്കില്ല. ചില സത്യങ്ങൾ അപ്രിയമായിരിക്കും. പക്ഷേ സത്യമാണെങ്കിൽ അത് പറഞ്ഞിരിക്കണം. പക്ഷേ അത് പറയുവാനും നമ്മൾ നല്ല രീതിയിൽ നമ്മളത് പ്രസൻറ്റ് ചെയ്യാൻ പഠിക്കണം. അവിടെയാണ് കഴിവുള്ളത്. ഭഗവത്ഗീതയിലെ 17-ാമത്തെ അധ്യായത്തിലും പറയുന്നുണ്ട് അല്ലേ, വാക്കുകളുടെ ആ ഒരു ഓസ്റ്ററിറ്റി ഓഫ് സ്പീച്ച്
അദ്ദേഹം അവിടെയും പറയുന്നുണ്ട് സത്യം പ്രിയം ഏവച്ച. സോ ഇതെല്ലാം പറയുന്നുണ്ട് അവിടെ. മറ്റുള്ളവരെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കരുത് എന്നുള്ളത്. അതൊക്കെ നമ്മൾ 17ാമത്തെ ചാപ്റ്ററിൽ പഠിക്കും. അപ്പോൾ എന്താണെങ്കിലും ഈ സത്യമേ പറയാൻ പാടുള്ളൂ. ചില സമയത്ത് സത്യം അപ്രിയമായിരിക്കും, പക്ഷേ എന്നാൽ പോലും അതിനെ നല്ല രീതിയിൽ അതിനെ മറ്റുള്ളവരുടെ ഹിതത്തിന് വേണ്ടിയിട്ടായിരിക്കണം പറയേണ്ടത്. മറ്റുള്ളവരുടെ ഹിതം, ഇതാണ് ഓസ്റ്റെറിറ്റി ഓഫ് സ്പീച്ച്. ആർക്കറിയാം ആ ശ്ലോകം? ഏത് ശ്ലോകമാണെന്നുള്ളത്? 17ാമത്തെ അധ്യായത്തിൽ സ്വാധ്യായ അഭ്യസനം ചേവ വാങ്മയ തപ ഉച്യതേ. ആർക്കറിയാം? അറിയില്ല ആർക്കും. നമ്മളെ പലതവണ ചർച്ച ചെയ്തിട്ടുണ്ട്. അനുദ്വേഗകരം വാക്യം സത്യം പ്രിയം ഹിതം ച സ്വാധ്യായ അഭ്യസനം ചേവ വാങ്മയം തപ ഉച്യതേ. ഓക്കെ. പിന്നെ പറയുന്നു ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന കാര്യം. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. വൈഷ്ണവരെ സംബന്ധിച്ച്, ഭക്തരെ സംബന്ധിച്ച് ഇന്ദ്രിയ നിയന്ത്രണം അത്യാവശ്യമാണ്. നമുക്ക് തോന്നിയ പോലെ ഇന്ദ്രിയങ്ങളെ അഴിച്ചുവിടാൻ പാടില്ല. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളെ വേണ്ട രീതിയിൽ ഭഗവത് സേവനങ്ങളിലേക്ക് അതിനെ എൻഗേജ് ചെയ്യിപ്പിക്കുക, ഉപയോഗിക്കുക. ഇതാണ് ചെയ്യേണ്ടത്. ഇന്ദ്രിയ നിയന്ത്രണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. വാചോവേഗം മനസാ ക്രോധവേഗം ജിഹ്വാവേഗം ഉത്തര ഉപസ്ഥവേഗം ഏതാൻ വേഗാൻയോ വിഷഹേതീര സർവം അഭിമാൻ ശിഷ്യം പ്രത്യുംസ ശിഷ്യത് ഉപദേശാമൃതത്തിൽ പറയുന്നു. അവിടെയും പറയുന്നു ഇന്ദ്രിയ നിയന്ത്രണം, അല്ലേ? അപ്പോൾ ചെയ്യേണ്ടത് എന്താണ്? ഋഷികേശ സേവനം ഭക്തി രുച്യതേ. ഈ ഇന്ദ്രിയങ്ങളെ നമ്മളെന്താണ്? ഋഷി, അതായത് ഋഷികേശൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നവൻ, എല്ലാ നിയന്ത്രണങ്ങളുടെ മാസ്റ്റർ. ഇന്ദ്രിയങ്ങളുടെ മാസ്റ്റർ എന്നാണ് ഭഗവാന്റെ ഒരു പേരാണ് ഋഷികേശ്. അപ്പോൾ ഇന്ദ്രിയങ്ങളെ ഋഷികേശൻ്റെ ഭഗവാന്റെ സേവനത്തിൽ ഉപയോഗിക്കുന്നതാണ് ഭക്തി. അതാണ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് നമുക്ക് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നത്. അതാണ് അംബരീഷ് മഹാരാജാവ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ എല്ലാ ഇന്ദ്രിയങ്ങളെയും അദ്ദേഹം ഭഗവാന്റെ സേവനങ്ങളിലേക്ക് ഉപയോഗിക്കുന്നു, അല്ലേ? അതേപോലെ തന്നെ നളകുബേര മണിഗ്രീവ അവരും ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. വാണി ഗുണാനുകഥനെ ശ്രവണോ കഥായാം ഹസ്തൗ ച കർമ്മസു മനസ്തവ പാദയോർണ സ്മൃത്യാം ശിരസ്തവ നിവാസ ജഗത് പ്രണാമേ ദൃഷ്ടിം സദാം ദർശനേ സ്തു ഭവത്തനൂനാം. അവരും പറയുന്നു അവരുടെ ഓരോ ഇന്ദ്രിയങ്ങളെയും അവർ ഭഗവത് ചരണങ്ങളിലേക്ക് അർപ്പിക്കുന്നു. അതേപോലെ തന്നെ കുലശേഖര ആൾവാറും പ്രാർത്ഥിക്കുന്നു. ജിഹ്വേ കീർത്തയ കേശവം മുരരിപും ചേതോ ഭജ ശ്രീധരം പാണീദ്വന്ദ് സമർച്ചയാച്യുതകഥ ശ്രോതൻ ദ്വയം ത്വം ശൃണു കൃഷ്ണം ലോകയലോചനം ഭവഹരേ ഗച്ഛാംഘ്രിയുക്മാലയം ജിഗ്രഗ്രാണമുകുന്ദ പാദ തുളസിം മൂർധന്നമാദോക്ഷജം. കുലശേഖര ആൾവാറും അവിടെയും പറയുന്നത് തന്നെയാണ്. ഓരോ ഇന്ദ്രിയങ്ങളെയും, ജിഹ്വ നാവിനെ ഭഗവത് നാമം ജപിക്കുവാനും ഭഗവാന്റെ പ്രകീർത്തിക്കാനും വേണ്ടി ഉപയോഗിക്കുന്നു. അതേപോലെ തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുവാണ്. ഇതാണ് എൻ്റെ ആഗ്രഹം. ജിഹ്വേ കീർത്തയ കേശവം, കേശവനെ ഭഗവാനെ പ്രകീർത്തിക്കുന്നതിന് വേണ്ടി, നാമം ജപിക്കുന്നതിന് വേണ്ടി. ജിഹ്വേ കീർത്തയ കേശം മുരരിപ്പും ചേതോ ഭജ ശ്രീധരം. എന്നാൽ മനസ്സിനെ മുരരിപ്പു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുര എന്ന് പറയുന്ന അസുരൻ്റെ ശത്രു, അതായത് കൃഷ്ണനെ കുറിച്ച് ഓർക്കുവാൻ വേണ്ടി സദാസമയം കൃഷ്ണനെ മനസ്സുകൊണ്ട് ഓർക്കാൻ ആഗ്രഹിക്കുന്നു. അതേപോലെ തന്നെ ഭജൻ, ആരാധന ചെയ്യേണ്ടത് ശ്രീധർ ഭഗവാന്റെ വേറൊരു പേര്. മനസ്സിൽ അപ്പോൾ എപ്പോഴും ഭഗവാനെ ഓർത്തുകൊണ്ട് ഭഗവാനെ ആരാധിക്കാൻ ആഗ്രഹിക്കുന്നു. കുലശേഖര ആൾവാർ പ്രാർത്ഥിക്കുകയാണ്. പാണിദ്വന്ദ്, രണ്ട് പാണി എന്ന് പറഞ്ഞാൽ കൈകളെല്ലാം ഭഗവത് സേവനങ്ങളിലേക്ക് ഉപയോഗിക്കുക. പിന്നെ
അച്യുത കഥ ശ്രോതം, ഭഗവാന്റെ കഥ, ഹരികഥ കേൾക്കുവാൻ വേണ്ടി മാത്രമായിരിക്കട്ടെ ഈ ചെവികൾ. കൃഷ്ണം ലോകയ ലോചനം, കണ്ണുകളാണെങ്കിൽ ഭഗവാൻ കൃഷ്ണൻ്റെ സുന്ദരമായിട്ടുള്ള രൂപം കാണാൻ വേണ്ടി മാത്രം. ഗച്ഛാംഗ്രിയുഗ്മാലയം, കാലുകളാണെങ്കിൽ പുണ്യതീർത്ഥ സ്ഥലങ്ങളിലേക്ക് പോകാൻ വേണ്ടി, അമ്പലങ്ങളിലേക്ക് പോകാനും ധാമിലേക്ക് പോകാനും വേണ്ടി മാത്രമായിരിക്കട്ടെ. ജിഗ്രഗ്രാണ, എന്നാൽ മൂക്കാണെങ്കിലോ ജിഗ്രഗ്രാണ മുകുന്ദ പാദ തുളസി, ഭഗവാൻ മുകുന്ദൻ്റെ കൃഷ്ണൻ്റെ തൃപാദങ്ങളിൽ സമർപ്പിച്ചിട്ടുള്ള ആ തുളസീദളത്തെ സ്മെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം. മൂർധൻ നമാദോക്ഷജം, നെറ്റിയാണെങ്കിൽ തലയാണെങ്കിൽ ഭഗവാന്റെ പാദങ്ങളിൽ, ആ തൃപ്പാദങ്ങളിൽ നമസ്കരിക്കാൻ വേണ്ടി. കുലശേഖര ആൽവാറും അംബരീഷ് മഹാരാജാവും അതേപോലെ തന്നെ നളകുബേര മണിഗ്രീവ് ഇവരെല്ലാവരും പ്രാർത്ഥിക്കുന്നതാണ്. അവരുടെ ഓരോ ഇന്ദ്രിയങ്ങളും അതായത് കർമ്മേന്ദ്രിയങ്ങളാവട്ടെ ജ്ഞാനേന്ദ്രിയമാവട്ടെ എല്ലാ ഇന്ദ്രിയങ്ങളെയും ഭഗവത് സേവനങ്ങളിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടി അവർ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ഇന്ദ്രിയങ്ങളെ അങ്ങയുടെ സേവനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി ഞങ്ങളെ പ്രാപ്തനാക്കണേ എന്നുള്ളത് നല്ല പ്രാർത്ഥനയാണത് ഒരു ഭക്തനെ സംബന്ധിച്ച്. ഇനി ഇവിടെ പിന്നെ സുഖത്തെക്കുറിച്ച് ശീല പ്രഭുപാദി പറയുന്നു. നമുക്കറിയാം സുഖം എന്താണെന്നുള്ളത്. സുഖം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സുഖമല്ല, ആത്മീയ തലത്തിലുള്ള സുഖത്തെക്കുറിച്ചാണ് പറയുന്നത്. അത് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യണം. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന സുഖം, ഈ ലോകത്തുള്ള സുഖം ശരിയായിട്ടുള്ള സുഖമല്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ശീല പ്രഭുപാദി പറയുന്നു, അനുകൂലസ്യ സങ്കല്പ പ്രതികൂലസ്യ വർജനം. ഭക്തിക്ക് പ്രതികൂലമായതിനെ നമ്മൾ റിജക്റ്റ് ചെയ്തേ പറ്റൂ, അനുകൂലമായിട്ടുള്ളതെ സ്വീകരിക്കണം. അതാണ് ശരിയായിട്ടുള്ള സുഖം. അപ്പോൾ ഇനീഷ്യലി ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് ഒരു സ്ഥലത്ത്, അതായത് ഇതെല്ലാം ഭക്തിയുത സേവനങ്ങളൊക്കെ ആദ്യം ചിലപ്പോൾ നമുക്ക് ഒരു വിഷം പോലെ തോന്നും, അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിട്ട് കയപ്പേറിയതായിട്ട് തോന്നും. സാധിക്കുന്നില്ല, അതിനൊരു ടേസ്റ്റ് ഇല്ല, കയപ്പാണ്. എന്നാൽ അത് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അത് അമൃതമായി മാറുന്നു. അതാണ് കൃഷ്ണാവബോധത്തിൻ്റെ പ്രത്യേകത. ഇനീഷ്യലി അത് വിഷമായി തോന്നും, അതിനുശേഷം അത് അമൃതമായി മാറുന്നു, അല്ലെങ്കിൽ അമൃതമായി തോന്നുന്നു. ഇതെല്ലാം തുടക്കത്തിൽ തോന്നലാണ് വിഷമാണ് എന്നുള്ളത്. കാര്യം നമ്മൾക്ക് ഭൗതികമായിട്ടുള്ള അത്രയും ആഗ്രഹങ്ങളും അറ്റാച്ച്മെൻറ്റും ഉള്ളതുകൊണ്ട് നമുക്ക് ആധ്യാത്മിക തലത്തിലുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ അത് ബുദ്ധിമുട്ടാവും. കാലത്ത് നേരത്തെ എഴുന്നേൽക്കണം, സാധിക്കില്ല, ശീലമില്ല. രാത്രി 2 മണി 3 മണി വരെ സിനിമ കണ്ടിരുന്നിട്ട് കാലത്ത് തോന്നിയ സമയത്ത് ഒരു ഉച്ചയ്ക്ക് 11-12 മണിയാകുമ്പോൾ എഴുന്നേറ്റാണ് ശീലം. അങ്ങനെയുള്ളവരോട് പറയുവാണ് കാലത്ത് ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് നാമം ജപിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും സാധ്യമല്ല, അവർക്കത് വിഷം പോലെയാണ്, വിഷം കുടിക്കുന്ന പോലെയാണ്. അതേപോലെ എല്ലാ ദിവസവും മത്സ്യമാംസം കഴിക്കുന്നവർക്ക് അത് കഴിക്കരുത്, ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട് തെറ്റാണ് എന്നുള്ളത്. പച്ചക്കറി ഭക്ഷണം, വെജിറ്റേറിയൻ ഭക്ഷണവും അതും ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് പ്രസാദം മാത്രമേ കഴിക്കാവുള്ളൂ എന്ന് പറഞ്ഞാൽ അതും അവർക്ക് ഒരു വിഷം പോലെയാണ് തോന്നുന്നത്. കാര്യം സഹിക്കാൻ സാധിക്കില്ല അവർക്ക്, അത് കാര്യം അവരത്രയും അഡിക്റ്റഡ് ആയതുകൊണ്ട്. അതാണ് ഭഗവാൻ പറയുന്നത്, യാനിഷ സർവഭൂതാനി അല്ലേ, 2ാമത്തെ അധ്യായത്തിലൊരു ശ്ലോകം വരുന്നുണ്ട്. അതായത് ഭക്തരുടെ രാത്രി എന്ന് പറയുന്നത് അഭക്തരുടെ പകലും, അഭക്തരുടെ പകൽ എന്ന് പറയുന്നത് ഭക്തരുടെ രാത്രിയും. അതാണ്. അങ്ങനെയാണ്, എല്ലാം നേരെ തിരിച്ചാണ്. പക്ഷേ ശാസ്ത്രത്തിൽ എന്ത് പറയുന്നു അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ നമ്മൾ മനുഷ്യരെയല്ല, നമ്മൾ മനുഷ്യരുടെ ഒരു ക്വാളിറ്റി നമുക്കില്ല. ശാസ്ത്രം ഫോളോ ചെയ്തില്ലെങ്കിൽ അല്ലേ, അതാണ് പറയുന്നത് ധർമ്മേന ഹീന പശുപി സമാനം. ധർമ്മം ഫോളോ ചെയ്തില്ലെങ്കിൽ, ധർമ്മം എന്ന് പറയുന്നത് ഭക്തി, അതാണ് നമ്മുടെ ധർമ്മം. യഥോ ഭക്തിർ അധോക്ഷജേ സവേ പുംസ പരോധർമ്മ അല്ലേ, അതാണ് പരോധർമ്മം, പരമമായിട്ടുള്ള ധർമ്മം. അത് ഫോളോ ചെയ്യാത്തവർ മൃഗങ്ങളാണ്. പശുപീർ സമാനം ശാസ്ത്രം പറയുന്നു, പശു അല്ലെങ്കിൽ മൃഗമായിട്ട് വ്യത്യാസമില്ല എന്നുള്ളത്. പിന്നെ ശീല പ്രഭുപാദിയോടെ പറയുന്നു ഭവ ജന്മ
ജന്മത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും, ജന്മമരണം നമുക്കറിയാം, ഈ ഒരു ചക്രം. അപ്പോൾ ഒരു ഭക്തനെ സംബന്ധിച്ച്, കൃഷ്ണാവബോധത്തിലുള്ള ഒരു ഭക്തനെ സംബന്ധിച്ച് ഇതിലൊന്നും അവർക്ക് മരണം എന്ന് പറയുന്നത് ഒരു പേടിയല്ല അവർക്ക്. എന്നാൽ അല്ലാത്തവർക്കോ മരണം ഭയങ്കര പേടിയാണ്. എന്ത് സംഭവിക്കും, ഞാൻ മരിക്കുമ്പോൾ മരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഞാൻ ഈ സ്വരൂപിച്ചിട്ടുള്ള പൈസയെല്ലാം ഞാൻ എന്ത് ചെയ്യും, പേടിയാണ് എല്ലാവർക്കും. എന്നാൽ ഒരു ഭക്തനെ സംബന്ധിച്ച് മരണത്തെ അവർ കാത്തിരിക്കുകയായിരിക്കും. എന്ന് ഈ ഒരു ഭൗതിക ലോകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ സാധിക്കും, അവിടെ പോയി ഭഗവത് സേവനങ്ങളിൽ ഏർപ്പെടാൻ സാധിക്കും. നേരിട്ട് ഒരു ഭക്തനെ എന്നും അത് കാത്തിരിക്കുകയായിരിക്കും. അതിനുവേണ്ടി ആകാംക്ഷയോടുകൂടി ആ ഒരു ദിവസം വരാൻ വേണ്ടി കാത്തിരിക്കും. ഇല്ലെങ്കിൽ കാത്തിരിക്കുന്നുണ്ടാവും ചിലപ്പോൾ, ഇല്ലെങ്കിൽ അവർക്ക് ഒരു ബോധേഡല്ല. കാര്യം എന്താണ്, എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, എൻ്റെ കൂടെ കൃഷ്ണനുണ്ട്, ഭഗവാനുണ്ട് എന്നുള്ളൊരു ദൃഢവിശ്വാസം ഉണ്ടാവും. അങ്ങനെയുള്ളവർക്ക് പേടി അസംഭവ്യമാണ്, അല്ലേ? അപ്പോൾ അതാണ്. അല്ലാത്തവരുടെ കാര്യം ടെൻഷനാണ്. ചെറിയൊരു പ്രശ്നം വരുമ്പോഴേക്കും ടെൻഷനായി, അയ്യോ ഇനി എന്ത് സംഭവിക്കും, ഇനി അവർക്ക് എന്ത് സംഭവിച്ചു, എനിക്കെന്ത് സംഭവിക്കും, ഫുൾ ടെൻഷനാണ്. അതിൻ്റെ അർത്ഥം മറ്റുള്ളവർ മരിക്കുമ്പോൾ സന്തോഷിക്കണം എന്നല്ല പറയുന്നത്. കാര്യം എല്ലാവരും ഒരേ ബോധത്തിലായിരിക്കില്ല. നമുക്ക് അപ്പോൾ ഏറ്റവും നല്ല പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിക്കുന്നത് തടയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ നല്ലത് ആ മരണം സംഭവിക്കുകയാണെങ്കിൽ ഭഗവത് നിശ്ചയം എന്താണോ അത് സംഭവിക്കട്ടെ. നമ്മൾ അതിൽ ഇടപെടേണ്ട ആളുകളല്ല, അല്ലേ? ഭഗവാൻ തീരുമാനിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് നടക്കട്ടെ. എന്നാൽ അത് നടക്കുന്ന സമയത്ത് ഭഗവാനെ കുറിച്ചുള്ള ചിന്തകൾ ആ ഭക്തന്, ആ വ്യക്തിക്ക്, ഭക്തനോ അഭക്തനോ ആരാണെങ്കിലും ആ വ്യക്തിക്ക് ഭഗവത് ചിന്തകൾ വരാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആ സമയത്ത് അവരുടെ ബോധം ശരിയായിട്ടുള്ള രീതിയിൽ വരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇതാണ് ഏറ്റവും നല്ല പ്രാർത്ഥന. കാരണം ചില സമയങ്ങളിൽ ചില അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ, ക്യാൻസറും അല്ലെങ്കിൽ അതേപോലെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരുപാട് അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ഇന്നല്ലെങ്കിൽ നാളെ എന്ന് പറഞ്ഞ് കിടക്കുമായിരിക്കും അവർ. എപ്പോൾ വേണമെങ്കിൽ മരിക്കാം. ഡോക്ടേഴ്സ് തന്നെ കൈവിട്ട കേസുകളൊക്കെ ആയിരിക്കും. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് തിരിച്ച് അവർ പൂർണ്ണ ശക്തിയോട് കൂടിയിട്ട് തിരിച്ച് വരിക എന്ന് പറയുന്നത് ചിലപ്പോൾ പ്രാക്ടിക്കലി പോസിബിൾ ആയിരിക്കില്ല. ഭഗവാൻ വിചാരിച്ചാൽ സാധിക്കും എന്നുള്ളതൊരു കാര്യം, പക്ഷേ പ്രാക്ടിക്കലി പോസിബിൾ ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ അതിനെ ഭഗവത് നിശ്ചയം എന്താണോ അത് ഭഗവാൻ വിട്ടുകൊടുക്കുക. ഭഗവാന്റെ തീരുമാനം അനുസരിച്ചിട്ട് അത് നടക്കട്ടെ. ഭഗവാൻ ഇനി തിരിച്ച് പൂർണ്ണ ശക്തിമാനായിട്ട് കൊണ്ടുവരാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നടക്കട്ടെ. ഇനി അതല്ല, ഭഗവാൻ അത് മരണത്തിൻ്റെ ഒരു തുടക്കമാണ്, മരിക്കാൻ പോവുകയാണ് എന്നുള്ള നിശ്ചയമാണ് ഭഗവാനുള്ളതെന്നുണ്ടെങ്കിൽ അത് നടക്കട്ടെ. ഭഗവാന്റെ തീരുമാനം എന്താണെങ്കിലും നടക്കട്ടെ. പക്ഷേ നമുക്കൊക്കെ ചെയ്യാൻ സാധിക്കുന്നത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കും. നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ബോധം ശരിയാവാൻ. ഒരുപക്ഷെ അവർ ഭക്തിയുത സേവനങ്ങളൊന്നും ചെയ്യാത്ത വ്യക്തികളായിരിക്കും, പ്രാക്ടീസൊന്നും സ്പിരിച്വൽ കൃഷ്ണ കോൺഷ്യസും അല്ലെങ്കിൽ സ്പിരിച്വൽ കാര്യങ്ങളൊന്നും ചെയ്യാത്തവരായിരിക്കും. എന്നാലും ഇതേപോലെ പ്രാർത്ഥന വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഭഗവാൻ ആ വ്യക്തിക്ക് അതിന് അനുഗ്രഹം കൊടുക്കും. എന്തായാലും അതിനൊരു ബെനിഫിറ്റ് കൊടുക്കും. അവർക്ക് ഗോലോക വൃന്ദാവനത്തിലേക്ക് കൊണ്ടുപോകാനുള്ള എലിജിബിലിറ്റി ഉണ്ടാവുമോ എന്നുള്ളതല്ല പറയുന്നത്. അറ്റ്ലീസ്റ്റ് അവർക്ക് കൃഷ്ണാവബോധം അവസാന സമയത്ത് അവർക്ക് ഭഗവാനെക്കുറിച്ച് ഓർക്കാനോ എന്തെങ്കിലും സാധിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ മരിക്കുന്ന സമയത്ത് ഭഗവാനെ ഓർത്താൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് തിരിച്ചു കൊണ്ടുപോകുന്നുള്ളത്, യം വാപ്പി സ്മരൺ ഭവ അന്തകാലേച്ച മാമേവ, അല്ലേ? എന്നാലും നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവും അവർക്ക്, അതിനൊരു സംശയമില്ല. അപ്പോൾ ആ ഒരു പ്രാർത്ഥന നല്ലൊരു ബോധം വരാൻ വേണ്ടി, ആ സമയത്ത് കോൺഷ്യസ്നെസ് പ്രോപ്പർ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അത് നല്ലൊരു പ്രാർത്ഥനയാണ് ശരിക്കും. അവരെ സഹായിക്കും അത് ഫ്യൂച്ചർ, അവരുടെ ഫ്യൂച്ചറിലേക്ക്. അല്ലാതെ നമ്മൾ അതായത് എല്ലാ ഡോക്ടേഴ്സും മെഡിക്കൽ സയൻസും എല്ലാം റിജക്റ്റ് ചെയ്ത കേസുകളൊക്കെ നമ്മൾ തിരിച്ചു പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുന്നതിന് അതിന് ഭഗവാന്റെ നിശ്ചയം അനുസരിച്ചിട്ടായിരിക്കും അങ്ങനെ ആ ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടുള്ളത്, അല്ലേ? അപ്പം നമ്മൾ തിരിച്ച് അതിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തിയിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് അവിടെയാണ്. ഓക്കെ, അവരൊരു ഭക്തരാണെങ്കിൽ, അവർ ലോകം മുഴുവനും നടന്ന് പ്രചരണം ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കൃഷ്ണാവബോധം കൊടുക്കുന്നതാണ് അവരുടെ ഓരോ ശ്വാസവും എന്നുണ്ടെങ്കിൽ, ആ ശ്വാസത്തിനും ആ ജീവനും വിലയുണ്ട്.
അതും തിരിച്ച് നമുക്ക് ഭഗവാനോട് ചോദിക്കുന്നതിന് അർത്ഥമില്ല. അല്ല സോറി, ഭഗവാനോട് ചോദിക്കുന്നതിന് തെറ്റില്ല. അത് കുഴപ്പമില്ല. അല്ലാതെ ഭക്തിയൊന്നുമില്ല, വീണ്ടും കൂടുതൽ സമയം ഇന്ദ്രിയ സ്വഭാവങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കാൻ വേണ്ടി അവരെ തിരിച്ച് ഭഗവാൻ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് അർത്ഥവുമില്ലാതെ പോകുന്നു അല്ലേ. അപ്പോൾ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും നമുക്ക് കൃഷ്ണാവബോധത്തിൽ അവർക്ക് കൃഷ്ണ കോൺഷ്യസ് അല്ലെങ്കിൽ ഭക്തിപരമായിട്ടുള്ള ഒരു ക്രെഡിറ്റ് അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ആയിരിക്കണം നമ്മുടെ പ്രാർത്ഥന. ശരീരം എന്നുള്ളത് മാത്രമല്ല, അതിനപ്പുറത്ത് ആത്മീയ തലത്തിൽ അവർക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടാവണം. അതായിരിക്കണം അതാണ് പെർമനൻ്റ് ആയിട്ടുള്ളൊരു സൊല്യൂഷൻ അല്ലേ. മറ്റുള്ളതെല്ലാം ശരീരം നശിക്കുന്നതാണ്. ഇന്ന് ചിലപ്പോൾ രക്ഷപ്പെടും, നാളെ എന്തായാലും മരിക്കേണ്ടി വരും നമ്മളെല്ലാവരും. എന്നാൽ ആത്മീയ തലത്തിലുള്ള ആധ്യാത്മികപരമായിട്ടുള്ള എന്തെങ്കിലും ആ ഒരു വ്യക്തിക്ക് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അതിനും വലിയൊരു അനുഗ്രഹമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ, ഭക്തിപരമായിട്ടുള്ള പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ ആ ആത്മാവിനെ സഹായിക്കും ഏത് സിറ്റുവേഷനിലാണെങ്കിലും. അത് നമ്മൾ ഈ ഒരു നിമിഷത്തിൽ, ഈ ഒരു സന്ദർഭത്തിൽ ഓർക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അഭയം എന്ന് പറയുന്നത് കൃഷ്ണാവബോധത്തിലുള്ളവർക്ക് മാത്രമേ ഉള്ളൂ. അല്ലാത്തവർക്ക് എപ്പോഴും ഭയമാണ്, എപ്പോഴും ടെൻഷനാണ്, എപ്പോഴും സ്ട്രെസ്സാണ്. ഇനി എന്ത് സംഭവിക്കും എന്നുള്ള ആദിയും വ്യാധിയുമാണ് അവർക്ക്. എന്നാൽ കൃഷ്ണാവബോധത്തിലുള്ള ശുദ്ധഭക്തന്, ഒരു ഭക്തന് പേടിയൊന്നുമില്ല. ആരും ഇല്ലെങ്കിലും കുഴപ്പമില്ല, എൻ്റെ കൂടെ ഭഗവാനുണ്ട്. അതാണ് ആനുകൂല്യസ്യ സങ്കല്പ പ്രതികൂലസ്യ വർജനം രക്ഷിഷ്യതേ വിശ്വാസോ. ഏത് സിറ്റുവേഷനിലും ഭഗവാനുണ്ട് എന്നുള്ള വിശ്വാസം ശരണാഗതിയുടെ ലക്ഷണമാണത്. ഇപ്പോൾ ശരണാഗതിയുടെ ലക്ഷണമാണ്. ശരണാഗതി പ്രാപിച്ചൊരു ഭക്തനാണെങ്കിൽ അഭയം, അവർക്ക് ഒരു ഭയം ഉണ്ടാവില്ല അല്ലേ. ഭജഹൊരേ മന ശ്രീനന്ദനന്ദന അഭയ ചരണാരവിന്ദരേ. നമ്മുടെ ശീല പ്രഭുപാജിയും അഭയ ചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമിയാണ്. കാര്യം ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ ശരണം പ്രാപിച്ച വ്യക്തിയാണ്. അപ്പോൾ അഭയം, അദ്ദേഹത്തിന് ഭയമേ ഇല്ല. അഭയ് ചരൺ എന്നാണ് അദ്ദേഹത്തിൻ്റെ കർമ്മി പേര്, അഭയ് ചരൺ. അപ്പോൾ അതാണ് അഭയം. പിന്നെ അഹിംസയെക്കുറിച്ച് പറയുന്നു ശീല പ്രഭുപാദി ഇവിടെ. അഹിംസയെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അപ്പോൾ അഹിംസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പുറമെയുള്ള ആളുകൾ, പൊളിറ്റീഷ്യൻസും മറ്റുള്ള എന്താ പറയുക ആളുകളും പറയുന്ന അഹിംസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹിംസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം, അഹിംസ എന്ന് പറഞ്ഞാലും എന്താണെന്ന് അറിയാം. അപ്പോൾ ചുരുക്കം പറയുകയാണെങ്കിൽ ശരിയായിട്ടുള്ള നോൺ വയലൻസ് അല്ലെങ്കിൽ അഹിംസ എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി പെർമനൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ബെനിഫിറ്റ് കൊടുക്കുക എന്നുള്ളത് തന്നെ. ഇനി അത് ചെയ്തില്ലെങ്കിൽ അത് ഹിംസയെ മാറും. അതായത് ഒരു ആത്മാവിനെ ആത്മീയ തലത്തിൽ ഉയരാൻ വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനം. മറ്റുള്ള എന്ത് ചാരിറ്റിയേക്കാളും വലിയ കാര്യം. നേരെ മറിച്ച് നമ്മൾ ആ ശരീരത്തിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളാണെങ്കിൽ, ശരിക്കും പറയുകയാണെങ്കിൽ അത് നമ്മൾ കൊല്ലാതിരിക്കുന്നു. എക്സ്റ്റേണൽ ബോഡിയെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് മാത്രം അഹിംസയാവുന്നില്ല. അഹിംസയാവുന്നത് എപ്പോഴാണ്, അല്ലെങ്കിൽ അതിന് ശരിക്കും ബെനിഫിറ്റ് ഉണ്ടാവുന്ന എപ്പോഴാണ്, നമ്മൾ ആ ആത്മീയ തലത്തിൽ അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കുമ്പോൾ. അപ്പോൾ അതാണ്. അപ്പോൾ ഭൗതിക തലത്തിലുള്ള ആക്ടിവിറ്റീസൊക്കെ പറയുന്ന ശീല പ്രഭുപാദി ഇവിടെ പറയുന്ന പൊളിറ്റീഷ്യൻസും മറ്റുള്ള ഈ പറയുന്ന ഫിലാന്ത്രോഫിസ്റ്റ്, അതായത് ഫിലാന്ത്രോഫിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരുപാട് ഭൗതിക തലത്തിൽ ചാരിറ്റിയും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സഹായങ്ങളൊക്കെ ചെയ്യുന്നവർ, അതെല്ലാം ശരീരബോധത്തിലാണ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ രീതിയിലാണ് ചെയ്യുന്നത്. ആത്മീയ തലത്തിൽ അവർക്ക് വേണ്ടി എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ, ബെനിഫിറ്റ് കൊടുക്കുന്നുണ്ടോ, അവിടെ അതുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ നോൺ വയലൻസ് എന്ന് പറയുന്ന ഒരു കാര്യം നല്ലതാണ്, പക്ഷേ പ്രോപ്പർലി അല്ലേ. നമ്മുടെ ഗാന്ധിജിയും അദ്ദേഹം നോൺ വയലൻസ് ഒരുപാട് പ്രചരിപ്പിച്ചിരുന്നു. അത് നല്ലതാണ്. എന്നാൽ അതേ സമയത്ത് ആത്മീയ തലത്തിലും കൂടെ അവർക്ക് ബെനിഫിറ്റ് ഉണ്ടാവണം. ഇല്ലെങ്കിൽ ശരീരം വീണ്ടും ചെയ്യുന്നത് ടെമ്പററിയാണ് അല്ലേ. അതാണ് ഒരു സ്റ്റെപ്പ് അപ്പുറത്ത്, നമുക്ക് ഒരു സ്റ്റെപ്പ് അപ്പുറത്തേക്ക്
നമ്മൾ പോകണം. അത് പിന്നെ സമത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സമദൃഷ്ടി എന്ന് പറയുന്നത്, ഒന്നിനോടും ആവശ്യത്തിലും കൂടുതൽ അറ്റാച്ച്മെൻറ്റും ഇല്ല, എന്നാൽ അതിനോടൊരു അറ്റാച്ച്മെൻറ്റും ഇല്ല, അതേപോലെ ഡിറ്റാച്ച്മെൻറ്റും ഇല്ലാത്ത അവസ്ഥ. ഭൗതികമായിട്ടുള്ള കാര്യങ്ങളോട് നമുക്ക് ഒന്നിനോട് അറ്റാച്ച്മെൻറ്റ് തോന്നേണ്ട ആവശ്യമില്ല. ഡിറ്റാച്ച്മെൻറ്റ് തോന്നുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എപ്പോഴും പറയുന്ന എക്സാമ്പിൾ പോലെ പൈസ കൈകൊണ്ട് തൊടില്ല, അത് മായയാണ് എന്ന് പറയുന്ന പോലെ. പൈസ തൊടാം, പക്ഷേ പൈസ തൊടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഭഗവത് സേവനങ്ങളേക്ക് ഉപയോഗിക്കാൻ വേണ്ടി നമുക്കത് തൊടാം. അല്ലാതെ തൊടില്ല എന്ന് പറയുന്നതിന് അർത്ഥം വരുന്നില്ല, അല്ലേ? അതേപോലെ അപ്പോൾ സമത എന്ന് പറഞ്ഞാൽ ഇതിനെല്ലാം ശരിയായിട്ടുള്ളതിനെ ശരിയായിട്ടുള്ള രീതിയിൽ കാണും, അതേപോലെ തന്നെ എല്ലാത്തിനെയും ഒന്നിനോടും കൂടുതൽ അഭിനിവേശമില്ല, അതേപോലെ ഒന്നിനോടും ഇതേപോലെ ഡിറ്റാച്ച്മെൻ്റ് ഒന്നും തോന്നുന്നില്ല. എന്നാൽ വേണ്ട കാര്യങ്ങളെ വേണ്ട രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് വേണ്ട രീതിയിൽ അതിനെ ഉപയോഗിക്കാൻ അറിയുന്ന ഒരു അവസ്ഥയാണ് ശരിക്കും സമത. ഇനി തുഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറ്റിസ്ഫാക്ഷൻ. ഭൗതികമായിട്ടുള്ള എന്ത് തന്നെയാവട്ടെ, എത്ര നമ്മൾ വാങ്ങിച്ചു കൂട്ടിക്കഴിഞ്ഞാലും, ലോകത്തുള്ള സാധനങ്ങളെല്ലാം വീട്ടിൽ വാങ്ങിച്ചു വെച്ചാലും നമുക്ക് തൃപ്തിയാവാൻ പോകുന്നില്ല, സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. അതങ്ങനെയാണ്. ഇനി സാധനങ്ങളുടെ കാര്യം പോട്ടെ, ഇന്ദ്രിയ സുഖഭോഗങ്ങളുടെ കാര്യം എടുത്തു നോക്കൂ. എത്രമാത്രം നമ്മൾ വിചാരിക്കും ഒരു പ്രാവശ്യം കൂടെ ഇത് ചെയ്യട്ടെ, അപ്പോൾ എനിക്ക് സമാധാനമാവും. നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ ത്വര അങ്ങനെയായിരിക്കും. ഒരു പ്രാവശ്യം കൂടെ ഇത് എൻജോയ് ചെയ്യണം, ഒരു പ്രാവശ്യം കൂടെ ഇത് ആസ്വദിക്കണം എന്നുള്ളൊരു ത്വരയുണ്ടാവും. ഇത് കഴിഞ്ഞാൽ നിർത്തി. പല ഇപ്പോൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന പലവരും എടുക്കുന്ന തീരുമാനമാണ് അതാണ്, ഇത് അവസാനത്തെയാണ്, ഇത് കഴിഞ്ഞാൽ ഞാൻ ചെയ്യില്ല, തൊടില്ല എന്ന് പറയും. അപ്പോൾ അവർക്ക് അവസാനത്തെ പ്രാവശ്യം അവർ ചെയ്യുന്നു. പക്ഷെ എന്ത് സംഭവിക്കുന്നു? തീയിൽ എണ്ണ കോരി ഒഴിക്കുന്ന പോലെയാണ്, എരുതിയിൽ എണ്ണ കോരി വയ്ക്കുന്ന പോലെയാണ്. ഇന്ദ്രിയ സ്വഭാവങ്ങളുടെ പ്രശ്നം അതാണ്. നമ്മൾ കൂടുതൽ ചെയ്യുമ്പോൾ കൂടുതൽ അതുമായിട്ട് അറ്റാച്ചായി പോകും. അതാണ് ഒരു പ്രോബ്ലം. ഒരിക്കലും സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. നമ്മുടെ ലോകത്തിൽ ആർക്കും സാറ്റിസ്ഫാക്ഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല ഭൗതികമായിട്ട്. ഇന്ദ്രദേവൻ നമുക്ക് നല്ലൊരു ഉദാഹരണം അദ്ദേഹത്തിൻ്റെ ലീലകളിലൂടെ പറഞ്ഞു തരുന്നു. അദ്ദേഹം ഇത്രയും വലിയ പോസ്റ്റിലിരിക്കുന്ന വ്യക്തിയാണ്. അവിടെ ഇരുന്നും അദ്ദേഹത്തിന് എല്ലാ സുഖഭോഗങ്ങളും അനുഭവിക്കാനുള്ള സിറ്റുവേഷൻ അദ്ദേഹത്തിനുണ്ട്. എന്നാലും അവിടെയും അദ്ദേഹത്തിന് പലപ്പോഴും പല ആഗ്രഹങ്ങളും വരുന്നു. ഇനി ചില സമയത്ത് അസുരന്മാർ വന്ന് അറ്റാക്ക് ചെയ്യുമ്പോൾ ടെൻഷനാവുന്നു. ഇനി പോട്ടെ, ബലി മഹാരാജോ അല്ലെങ്കിൽ വേറെ പൃഥു മഹാരാജിനെ പോലുള്ളവരൊക്കെ അശ്വമേധ യജ്ഞം ചെയ്യുമ്പോഴും അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടി വരുന്നു. അപ്പം ഏറ്റവും വലിയ പൊസിഷനിലിരിക്കുന്ന ആളുകൾക്ക് പോലും അവർക്ക് ഒരു സാറ്റിസ്ഫാക്ഷനും പൂർണ്ണമായിട്ടും കിട്ടുന്നില്ല. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ സമാധാനക്കുറവുമുണ്ട്, ടെൻഷനുമാണ്. ഇനി ഉള്ളത് നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടി. നേരെ മറിച്ച് ആത്മീയ തലത്തിലുള്ള ഭക്തിയുത സേവനങ്ങളിലൂടെ നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ, അതാണ് ശരിയായിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ. ആ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനന്ദാംബുതിവർദ്ധനം പ്രതിപദം പൂർണ്ണാമൃതാസ്വാദനം, അല്ലേ? അതാണ് എന്നും ചൊല്ലുന്നതാണ് ആനന്ദാംബുതിവർദ്ധനം. മഹാസാഗരം ആനന്ദം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പ്രതിപദം, ഓരോ സ്റ്റെപ്പിലും. അതാണ് ശരിയായിട്ടുള്ള ആനന്ദം. ആ ആനന്ദമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. മറ്റുള്ളതൊക്കെ റിജക്റ്റ് ചെയ്യുക, അതിൻ്റെ ആവശ്യമില്ല നമുക്ക്. പിന്നെ പറയുന്നത് തപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം, തപസ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഉദാഹരണം ശീല പ്രഭുജിയോട് പറയുന്നത് നേരത്തെ എഴുന്നേൽക്കുന്നതും കാലത്ത് എഴുന്നേറ്റ് ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിക്കുന്നതും അങ്ങനെയുള്ള തപസ്യകളൊക്കെ അത്യാവശ്യമാണ് ഭക്തരെ സംബന്ധിച്ച്. തീർച്ചയായിട്ടും ഭക്തിയുത സേവനങ്ങൾ ചെയ്യുന്നവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ അത്യാവശ്യമാണ്. അല്ലാതെ 10 മണി വരെ കിടന്ന് ഉറങ്ങുക എന്നുള്ളത് നല്ലൊരു ശീലമല്ല. ആത്മീയ തലത്തിൽ നമ്മൾ ഉയരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചില തപസ്യകൾ എടുത്തേ പറ്റൂ. അതിൻ്റെ ഭാഗമാണ് ഇതെല്ലാം. കാലത്ത് എഴുന്നേൽക്കുന്നതും നമ്മൾ കുളിക്കുന്നതും ശരീരമെല്ലാം വൃത്തിയാക്കുന്നതും ഇതെല്ലാം ഒരു ഭക്തനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അങ്ങനെയുള്ള തപസ്യകളൊക്കെ നമ്മൾ എടുക്കണം. അതേപോലെ ഏകാദശി, മറ്റുള്ള ഫാസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത്
അതും നമുക്ക് എടുക്കാൻ സാധിക്കണം. പറ്റുന്ന പോലെ നമ്മുടെ ശരീരവും അല്ലെങ്കിൽ നമ്മുടെ അസുഖങ്ങളും അതൊക്കെ കണക്കിലാക്കിക്കൊണ്ട്, ചുരുക്കം പറയുകയാണെങ്കിൽ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും ഒരു ഇൻകൺവീനിയൻസ് നമ്മൾ ഡെലിബറേറ്റ്ലി ചെയ്യുന്നതിനെയാണ്, കൊണ്ടുവരാൻ നോക്കുന്നതിനെയാണ്, അല്ലെങ്കിൽ നമ്മളത് ഒരു എടുക്കുന്നതിനെയാണ് തപസ്യ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏകാദശി ദിവസം നമുക്ക് വേണമെങ്കിൽ ഊണ് കഴിക്കാം, ചോറ് കഴിക്കാം, പക്ഷെ നമ്മൾ ഡെലിബറേറ്റ്ലി തീരുമാനിക്കുകയാണ് വേണ്ട, ഇന്നത്തെ ദിവസം കഴിക്കില്ല, അല്ലേ? അപ്പോൾ അത് തപസ്യയാണ് തീർച്ചയായിട്ടും. അങ്ങനെയാണ് ഓരോ കാര്യങ്ങളും. അതേപോലെ തന്നെയാണ് കാലത്ത് എഴുന്നേക്കുക എന്ന് പറയുന്നത് അത്ര സുഖമുള്ള കാര്യമല്ല. കിടന്നുറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങുന്ന ആൾക്കാർക്ക്, ഉറങ്ങുന്നവർക്ക് അറിയാം അതിൻ്റെ സുഖം, അല്ലേ? ഉറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ നിന്ന് റിലാക്സ് ചെയ്യുന്നൊരു സംഭവമാണ്. സംഭവം തമോ ഗുണമാണെങ്കിൽ പോലും. അപ്പോൾ പലവരും അത് എൻജോയ് ചെയ്യുന്നു, ഉറക്കം എന്ന് പറയുന്നത്. എത്രയോ ആളുകളുണ്ട് അതായത് ഈ അവധി ദിവസങ്ങൾ വന്നു കഴിഞ്ഞാൽ ഫുൾ ഡേ ഉറങ്ങിയിട്ട് എൻജോയ് ചെയ്യുന്നവർ. അതൊരു എൻജോയ്മെൻ്റാണ് അവർക്ക്, ബ്രഹ്മാനന്ദമാണ് അവർക്ക്, ആനന്ദമാണ്. രാത്രി മുഴുവനും സിനിമ കണ്ടിരുന്ന് 4 മണി വരെ ഇരുന്ന് സിനിമ കണ്ട് ബ്രഹ്മമുഹൂർത്തം തുടങ്ങുമ്പോൾ കിടന്നുറങ്ങും, ബ്രഹ്മമുഹൂർത്തം വരെ എഴുന്നേറ്റിരിക്കും, ബ്രഹ്മമുഹൂർത്തം മുതൽ ഉറക്കാണ്. പിന്നെ തമോ ഗുണമാകുമ്പോൾ വീണ്ടും, അതിന് മുമ്പ് രജോ ഗുണത്തിൻ്റെ പകുതിയാകുമ്പോൾ എഴുന്നേക്കും, അതിനുശേഷം കുറച്ച് നേരം വീണ്ടും എന്തെങ്കിലും കാര്യം പറയും, പിന്നെ തമോ ഗുണ സമയത്ത് തമോ ഗുണ കാര്യങ്ങൾ ചെയ്യും. ഇതെല്ലാം നേരെ തിരിച്ചുള്ള, തലതിരിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം നമ്മൾ ഭഗവാനും ശിലപ്രഭുജിയും നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണോ ശാസ്ത്രങ്ങളിൽ പറയുന്നത്, എന്താണ് ഒരു മനുഷ്യർ ചെയ്യേണ്ടത്. നമ്മളെല്ലാവരും മനുഷ്യരാണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നമ്മളെല്ലാവരും മനുഷ്യരാണെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഫോളോ ചെയ്യേണ്ടതാണ്, അത് നമുക്ക് പറ്റുന്ന രീതിയിൽ. അതിൻ്റെ ആ ഒരു പെർഫെക്ഷനിലേക്ക് എത്താൻ പറ്റിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് വി ഹാവ് ടു ഫോളോ ഇറ്റ്. പിന്നെ ചാരിറ്റിയെക്കുറിച്ച് പറയുന്നു, ദാനത്തെക്കുറിച്ച് പറയുന്നു. ശിലപ്രഭുജി എടുത്ത് പറയുന്നു ദാനം എന്ന് പറയുന്നത് 50% നമ്മുടെ എല്ലാം മറ്റുള്ളവർക്ക് ഭഗവാന്റെ സേവനങ്ങളിലേക്ക് ഉപയോഗിക്കണം എന്ന് പറയുന്നത്. ഇത് ശീല റൂപ ഗോസ്വാമിയുടെ ഒരു ഫോർമുലയാണ്, അല്ലേ? അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് 50% ഭക്തിയുത സേവനങ്ങൾക്ക് ഉപയോഗിക്കുക, ഭഗവാനും വൈഷ്ണവർക്കും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുക, ബാക്കി 25% ബന്ധുജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ചുറ്റും ബന്ധുക്കൾക്കും നമ്മുടെ ഫാമിലി റിലേഷൻസിലുള്ള ആൾക്കാർക്കും നമ്മുടെ ഫാമിലിയും സ്വന്തം ഫാമിലീസും വേണ്ടി 25% എന്തെങ്കിലും എമർജൻസിക്ക് വേണ്ടിയിട്ട് എന്നാണ് പറയുന്നത്. അപ്പം എനിവേ നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മുടെ ധനത്തെ നമ്മൾ ഉപയോഗിക്കണം. ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, ഭഗവാന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഭാഗം മാറ്റിവെച്ച് നമ്മൾ ഉപയോഗിക്കണം. അത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ ധനം അപ്പോഴാണ് പ്യൂരിഫൈ ആവുന്നത്, ഇല്ലെങ്കിൽ അതിലൊരുപാട് കർമ്മങ്ങളുണ്ട്, ആ കർമ്മങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ ദാനം കൊടുക്കേണ്ടത് അതും പറയുന്നുണ്ട് ഭഗവാൻ ഭഗവത്ഗീതയിൽ. നമ്മളിനി അവസാനത്തെ 17ാമത്തെ ചാപ്റ്ററിൽ അതും പഠിക്കും. ദാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണ് കൊടുക്കേണ്ടത്, ആർക്കാണ് അതിനുള്ള അർഹത. അപ്പോൾ അർഹതപ്പെടുന്നവർക്കാണ് ദാനം കൊടുക്കേണ്ടത്, ബ്രാഹ്മണർക്ക്, വൈഷ്ണവർക്ക്, സന്യാസിമാർക്ക്. കാര്യം അവരൊക്കെ ദാനം സ്വീകരിക്കാൻ അർഹതപ്പെട്ടവരാണ്. കാര്യം അവരവരുടെ ജീവിതം തന്നെ ഭഗവത് സേവനങ്ങളിലേക്ക് മാറ്റിവെച്ചവരാണ്. അവർക്ക് നമ്മളെപ്പോലെ ഓഫീസിൽ പോയിട്ട് പൈസ സമ്പാദിക്കാനുള്ള സമയമില്ല. കാര്യം അവരുടെ ഉത്തരവാദിത്തം അതല്ല. ബ്രഹ്മജാനാതീതി ബ്രാഹ്മണ. ബ്രാഹ്മണർ ബ്രഹ്മത്തെ അറിയാൻ വേണ്ടി അവരുടെ ജീവിതം തന്നെ വേദങ്ങൾ പഠിച്ച് അല്ലെങ്കിൽ ശാസ്ത്രങ്ങൾ പഠിച്ച് മറ്റുള്ളവർക്ക് ഭഗവാനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക. ഇതാണ് ബ്രാഹ്മണൻ്റെയും വൈഷ്ണവൻ്റെയും സന്യാസിയുടെയൊക്കെ അവർ ചെയ്യുന്ന അവരുടെ ഡ്യൂട്ടി അതാണ്. സോ അവർക്ക് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ദാനം കൊടുക്കാം. അതാണ് ശരിയായിട്ടുള്ള ദാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഒരു കാര്യം കൂടി ശിലപ്രഭുജി പറയുന്നു, ദാനം ഇപ്പോൾ സന്യാസിമാർ ചിലപ്പോൾ പല വീടുകളിലേക്കും ഭിക്ഷ യാചിച്ചു പോവും. അത് അവർ പൈസ അക്കോമലേറ്റ് ചെയ്ത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, അവർക്ക് എന്നിട്ട് ബാങ്കിലിട്ട് സുഖിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടല്ല അവർ ഭിക്ഷയ്ക്ക് പോകുന്നത്. അവർ ഭിക്ഷയ്ക്ക് പോകുന്നത് ആ വീടുകളിലുള്ള ആളുകളുടെ അന്ധകാരത്തിൽ ഇരിക്കുന്ന അവരെ
കൃഷ്ണാവബോധത്തിലേക്ക് ഉയർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അവർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് അവർ പോകുന്നത്. അപ്പം അങ്ങനെയുള്ള സാധുജനങ്ങൾ വീട്ടിലേക്ക് പോകുമ്പോൾ അവരുടെ ഒരു പ്രസൻസ് കൊണ്ട് തന്നെ അവിടെയുള്ളവർക്ക് വെളിച്ചത്തിലേക്ക് വരാൻ സാധിക്കും അന്ധകാരത്തിൽ നിന്ന്. അതേപോലെ തന്നെ അവർക്കും കൃഷ്ണാവബോധം കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇന്നത്തെ കാലത്ത് ഏത് സന്യാസി പലവരും ചിലപ്പോൾ കാഷായ വേഷത്തിൽ കാക്കി വേഷത്തിൽ വരും. അതെല്ലാം ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ നമുക്കറിയില്ല അല്ലേ. അപ്പോൾ അതെല്ലാം നമ്മുടെ യുക്തി പ്രകാരം നമ്മൾ നോക്കിയും കണ്ടും ചെയ്യണമെന്നുള്ളത്. മിസ്യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം, കപടമാണെങ്കിൽ ശ്രദ്ധിക്കണം. ഇത് ഇവിടെ പറയുന്നത് ജനറൽ പ്രിൻസിപ്പിളാണ് അല്ലേ. പണ്ടത്തെ കാലത്ത് ഇങ്ങനെ കപട സന്യാസിമാരൊന്നും അന്നത്തെ ശരിയായിട്ടുള്ള പണ്ടത്തെ കാലത്തൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഇതെല്ലാം ഉള്ളത്. മറ്റുള്ളവരെ പറ്റിക്കുക എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ്. പറ്റിച്ചുകൊണ്ട് പൈസ ഉണ്ടാക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ. സോ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ ഓരോരുത്തരും യുക്തി ഉപയോഗിച്ച് നമ്മൾ തീരുമാനങ്ങൾ എടുക്കേണ്ടതാണ്. പിന്നെ യശസ്സിനെ കുറിച്ച് ശില പ്രഭുപാദി ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ശരിയായിട്ടുള്ള യശസ് എന്ന് പറഞ്ഞാൽ, ഫെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓട്ടോമാറ്റിക്കലി ഇതാണ്. ഭക്തനായി കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ഫേമസ് ആവും, ഓട്ടോമാറ്റിക്കലി ഫേമസ് ആവും. അംബരീഷ് മഹാരാജാവിനെ കുറിച്ച് നമ്മൾ ഇന്നും ചർച്ച ചെയ്യുന്നു, സത്യയുഗത്തിൽ നടന്നിട്ടുള്ളതാണ്. ധ്രുവ മഹാരാജനെ കുറിച്ച് നമ്മൾ ഇന്നും ചർച്ച ചെയ്യുന്നു. പ്രഹ്ലാദ് മഹാരാജ്, ഇവരെല്ലാവരും സത്യയുഗത്തിലെ ആൾക്കാരാണ്. അവരെക്കുറിച്ച് നമ്മൾ ഇന്നും ചർച്ച ചെയ്യുന്നു, അവരെത്ര ഫേമസ് ആണ്. പരീക്ഷിത്ത് മഹാരാജാവിനെ കുറിച്ച് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നു. പരീക്ഷിത്ത് മഹാരാജാവ് ദ്വാപരയുഗത്തിലെ അദ്ദേഹം എത്ര ഫേമസ് ആണ്. ഒരുപാട് ഭക്തരുണ്ട്. അതേപോലെ മഹാപ്രഭുവിൻ്റെ പാർഷദരും ഒരുപാട് ഗുരുജനങ്ങളുമൊക്കെ. അപ്പോൾ അവർ എന്തുകൊണ്ട് ഫേമസ് ആണ്? ബിക്കോസ് അവർ ശുദ്ധഭക്തരായതുകൊണ്ട്, അതുകൊണ്ടാണ് ഫേമസ് ആവുന്നത്. അല്ലാതെ സിനിമാ നടന്മാരെയും മറ്റുള്ള സ്പോർട്സ് സ്റ്റാറിനെയും എത്ര വർഷം നമ്മൾ ഓർക്കും? മരിക്കുന്നവരെ, അല്ലെങ്കിൽ അവരുടെ നല്ല സമയത്ത്, നല്ല കാലത്ത് അവരെ ഓർക്കും. അവരുടെ കാലം, അവർക്ക് പ്രായമായി അവർ റിട്ടയർ ആവുന്നവർ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആർക്ക് വേണം അവരെ? ആരും നോക്കുന്നില്ല, ആരും ശ്രദ്ധിക്കുന്ന പോലുമില്ല. ഇനി മരിക്കുകയൂടെ ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു, അതോടുകൂടി കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. എന്നാൽ യശസ് എന്ന് പറഞ്ഞാൽ അതല്ല. ശരിയായിട്ടുള്ള യശസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തരുടെ ഫെയിം. അത് ഓട്ടോമാറ്റിക്കലി ഭഗവാൻ ഭക്തരെ ഫേമസ് ആക്കും. അവരൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. യൂട്യൂബിൽ ഫോളോവേഴ്സ് വേണം എന്നുള്ളത് അങ്ങനെയുള്ള ഫേമസ് അല്ല പറയുന്നത്. ലോകം മുഴുവനും അവരറിയും. അത് ഭഗവാനായിട്ട് ചെയ്തു കൊടുക്കുന്നതാണ് ശരിയായിട്ടുള്ള ഫെയിം. ഇനി ചിലവർ അതിൻ്റെ ഇടയിലൂടെ നമ്മൾ തന്നെ ഫേമസ് ആവാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യും. പക്ഷേ അതൊക്കെ താൽക്കാലികമാണ്. ഒരുപക്ഷെ ഫേമസ് ആവും ഒരു പരിധി വരെ, അത് കഴിഞ്ഞാൽ അവർ തന്നെ പോവും, അവർ തന്നെ താഴോട്ട് പോവും. അതങ്ങനെയാണ് കാര്യം. ആർട്ടിഫിഷ്യലായിട്ടുള്ളതാണെങ്കിൽ ഇപ്പോൾ വൃന്ദാവനത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വരിഷ്ഠരായിട്ടുള്ള ഭക്തരുണ്ട്. അവിടെ ഒരുപാട് ബാബാജിമാരുണ്ട്, പരിശുദ്ധ ഭക്തർ, ശുദ്ധ ഭക്തർ. അവരുടെ ജീവിതം മുഴുവനും ഭജന് വേണ്ടി മാറ്റിവെച്ച, കൃഷ്ണാവബോധത്തിന് വേണ്ടി മാറ്റിവെച്ചവർ. ഭജൻ കുട്ടിയിലിരുന്ന് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം ഹരേ രാം 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 ഹരേ ഹരേ. നമ്മുടെ പ്രസ്ഥാനത്തിൽ, ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഗൗഡിയ പ്രസ്ഥാനത്തിലുള്ളവരും ഇനി വേറെ സമ്പ്രദായത്തിലുള്ളവരും ഒരുപാട് വരിഷ്ഠരായിട്ടുള്ള ഭക്തരുണ്ട്. ഇവരൊക്കെ കുറേ കാലങ്ങളായിട്ട് അവരൊന്നും ആരും അറിയുന്നുണ്ടായിരുന്നില്ല ഒരു സമയം വരെ. കാര്യം അവരെല്ലാവരും ഭജൻ കുടിയിലിരുന്ന് അവർ സമാധിയിലിരിക്കുന്ന ഒരവസ്ഥയാണ്. എന്നാൽ ഇപ്പോൾ നമുക്ക് കാണാം ഒരുപാട് വൃന്ദാവനത്തിലെ ഭക്തർ, ഇതുപോലെ പരിശുദ്ധ ഭക്തരൊക്കെ വേൾഡ് ഫേമസ് ആയി തുടങ്ങി. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും അതിലൊക്കെ കണ്ടു തുടങ്ങി. അവരുടെ ചാനലുണ്ട്, അവർ ഫേമസ് ആവുന്നു. കാര്യം ഭഗവാൻ തന്നെ, കാര്യം ഇങ്ങനെയുള്ളവരുടെ ആ ഒരു ക്വാളിറ്റി ഭഗവാൻ തന്നെ റിവീൽ ചെയ്ത് കൊടുക്കുകയാണ് ലോകത്തിലെ എല്ലാവർക്കും. അത് അവർ വിചാരിക്കുന്നു, അവരാഗ്രഹിച്ചിട്ടോ എന്നല്ല ഇത് നടക്കുന്നത്. അവരാരും ആഗ്രഹിക്കുന്നില്ല, അവർക്ക് അറിയ പോലുമില്ല ഇങ്ങനെ ഒരു യൂട്യൂബും ചാനലും സോഷ്യൽ മീഡിയയും എന്ന് പറഞ്ഞ്. അതൊന്നും അവരുടെ ഒരു ഡിക്ഷണറിയിൽ ഇല്ലാത്ത കാര്യങ്ങളാണ്. പക്ഷേ അതെല്ലാം സംഭവിക്കുന്നു. ലോകം മുഴുവനും അവരെക്കുറിച്ച് അറിയുന്നു. ലോകത്തുള്ള ആളുകളൊക്കെ അവരെ മനസ്സിലാക്കുന്നു, കേൾക്കുന്നു, അവരിൽ നിന്ന് കേൾക്കുന്നു, വാണി കേൾക്കുന്നു, അവരുടെ അടുത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു, പോകുന്നുമുണ്ട് പലവരും. പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഭഗവാന്റെ നിശ്ചയമാണത്. അപ്പോൾ ഭഗവാൻ തീരുമാനിക്കുകയാണ് ഇവരുടെ ഈ ഒരു ഫെയിം ലോകം മുഴുവനും അറിയിക്കേണ്ടത്
ഞാൻ ചെയ്യേണ്ട കാര്യമാണെന്ന് പറഞ്ഞ് ഭഗവാൻ അവരെ ഫേമസ് ആക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ ഫേമസ് ആവും. ഇതാണ് ആക്ച്വലി ഫെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലാതെ മറ്റുള്ള കാര്യങ്ങളല്ല, ബാക്കിയെല്ലാം ടെമ്പററി ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഭക്തരുടെ ഫെയിമാണ് ഫെയിം. അപ്പോൾ അതാണ് പിന്നീട് പറയുന്ന കാര്യം. അപ്പോൾ അങ്ങനെ ശീല പ്രഭുപാദി കുറേ കാര്യങ്ങൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നു നമുക്ക് എന്താണെന്നുള്ളത്. അവസാനം നമുക്ക് പറയുന്നു, ആരാണോ ഭക്തി സേവനങ്ങളിൽ ഏർപ്പെടുന്നത് അവർക്ക് എല്ലാവിധ നല്ല ക്വാളിറ്റികളും ഭഗവാൻ തന്നെ കൊടുക്കുന്നു. അപ്പോൾ ഈ ഒരു ശ്ലോകങ്ങളിൽ വായിച്ചത് ക്വാളിറ്റികളാണ് അല്ലേ. അദ്ദേഹം പറഞ്ഞു, കൃഷ്ണൻ പറയുന്നു, ഭഗവാൻ പറയുന്നു, ഇത് ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള ക്വാളിറ്റീസാണ് അല്ലേ. ഇതെല്ലാം, ഈ ക്വാളിറ്റീസ് എല്ലാം ഓട്ടോമാറ്റിക്കലി ഭക്തർക്ക് ഭഗവാൻ കൊടുക്കുന്നു. ഭക്തിയുത സേവനങ്ങൾ ചെയ്യുന്നവർക്ക് ഓക്കെ, എന്നാൽ എടുത്തോളൂ, ഈ പറയുന്ന നല്ല ക്വാളിറ്റികളെല്ലാം ഇരിക്കട്ടെ, അവർക്ക് കൊടുക്കും. ഇപ്പോൾ വൈഷ്ണവ ക്വാളിറ്റീസ് എല്ലാം ഭഗവാൻ വൈഷ്ണവർക്ക് കൊടുക്കും. അപ്പോൾ പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ക്വാളിറ്റികളെല്ലാം ഭഗവാൻ കൊടുക്കുന്നുണ്ട്, എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് ശരിക്കും. പക്ഷേ നമ്മളതിനെ ഡെവലപ്പ് ചെയ്തെടുക്കുകയും വേണം. നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു കാര്യം കൂടി ഉണ്ട് അതിൽ. കാര്യം നമ്മളത് മനസ്സിലാക്കിക്കൊണ്ട്, എന്താണ് വേണ്ടത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ശരിയായിട്ടുള്ളത് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, നല്ല ക്വാളിറ്റീസ് എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് അതിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അത് ഓരോരുത്തരും ചെയ്യേണ്ട കാര്യമാണ്. ആ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്. ഡെവലപ്പ് ചെയ്ത് ഭഗവാൻ ഇഷ്ടപ്പെടുന്ന പോലെ, ശാസ്ത്രങ്ങളിൽ പറയുന്നത് പോലെ ഫോളോ ചെയ്യുമ്പോൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അല്ലെങ്കിൽ ഓരോരുത്തർക്കും ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. കാര്യം ക്വാളിറ്റീസ് എല്ലാം നമുക്ക് ഓരോരുത്തർക്കും, ഭഗവാൻ എല്ലാവർക്കും അദ്ദേഹം എല്ലാവരോടും കാരുണ്യം കാണിക്കുന്നുണ്ട്. പക്ഷേ അത് എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതിനുവേണ്ടി ആരും പ്രയത്നിക്കുന്നില്ല. അവിടെയാണ് പ്രശ്നമിരിക്കുന്നത്. എന്നാൽ അതിനെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ഡെവലപ്പ് ചെയ്യാൻ ഉള്ളൊരു ശ്രമവും ഒരു ഭക്തൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അത് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിന്ന് പഠിച്ചു. ഭഗവാന്റെയും ശീല പ്രഭുപാദിയുടെയും കാരുണ്യം കൊണ്ട് നമ്മൾ ഇന്ന് 2 ശ്ലോകങ്ങളിലായിട്ട് ഒരുപാട് കാര്യങ്ങൾ, പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ പഠിക്കാൻ സാധിച്ചു. ജഗദ്ഗുരു ശീല പ്രഭുപാദ് കി ജയ്. ശ്രീമദ് ഭഗവത്ഗീത की जय. निताय गौर प्रेमानंदे. हरे कृष्णा. थैंक यू सो मच.